وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه الفائزين بإذن الله. أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ ശ്രോതാക്കള്, പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളായ സഹോദര സഹോദരിമാര്, അല്ലാഹു തആല വിശുദ്ധമായ ഷഅബാനിന്റെ അവസാന ഭാഗവും വിശുദ്ധമായ റമളാൻ കടന്നു വരുന്ന ഈ മുഹൂർത്തത്തിൽ നമ്മുടെ മഹത്തായ ക്ലാസ് റൂമിൽ വെച്ച് ദുആ ചെയ്തതും ചൊല്ലിയതും പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും എല്ലാം അല്ലാഹു സ്വീകരിച്ച് ദുആ ചെയ്ത എല്ലാ ദുആകൾക്കും അല്ലാഹു ഉത്തരം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിശുദ്ധമായ റമളാൻ 1-2 ദിവസങ്ങൾക്ക് ശേഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ റമളാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ പല മസ്അലകളിലേക്കും സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് ഒരുപാട് സംശയങ്ങൾ ഉടലെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ ഞാൻ ഈ മഹത്തായ ക്ലാസ് റൂമിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു തആല എല്ലാവിധ സംശയങ്ങളും തീർന്ന് എക്കാശക്കുകളും ഒഴിവാക്കി നല്ല ഖൽബുറപ്പോടുകൂടെ ഖുശൂഅോടുകൂടെ ഭയഭക്തിയോടുകൂടെ നാളെ فمن كان يرجو لقاء ربه فليعمل عملا صالحا. അല്ലാഹു തആലാന്റെ ലിഖാഇനെ, അതല്ലെങ്കിൽ അല്ലാഹു തആലാന്റെ സവാബിനെ, അല്ലെങ്കിൽ സ്വർഗീയ ലോകത്തെ ആ ലിഖാഇന് എന്തർത്ഥം വെച്ചാലും സവാബായാലും സ്വർഗമായാലും അല്ലാഹുവിന്റെ ആ ദാത്താവുന്ന ലിഖാഇനെ കാണലായാലും അതിനെല്ലാം വേണ്ടത് സ്വാലിഹായ അമലാണ്, സ്വഹീഹായ മഖബൂലായ നിലക്കുള്ള അമലാണ് അതിന് വേണ്ടത്. അങ്ങനത്തെ അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത്, പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഏതൊരു അമലിനും നിയ്യത്ത് വേണ്ടാത്ത അമല് ഒന്ന് മാത്രമാണ്. അത് സാധാരണ എല്ലാവരും ഉണർത്തുകയാണ്. നിയ്യത്ത് ആവശ്യമില്ലാത്ത അമലും റിയാ വന്നാൽ ബാത്തിലാവാത്ത അമലും ഒന്നു മാത്രമാണ്. അത് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താകുന്നു. ബാക്കി ഏത് അമലുകൾക്കും നിയ്യത്തും ഇഖ്ലാസും വേണം. റിയാ വന്നാൽ അമലിന് പ്രതിഫലം ഇല്ല. നേരെ മറിച്ച് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്, ഒരാളിങ്ങനെ സ്വലാത്ത് ചൊല്ലി ഞാനൊരു സ്വലാത്ത് ചൊല്ലുന്നവനാണെന്ന് ജനങ്ങൾ പറയാൻ, പക്ഷേ ഹബീബിന്റെ പേരിലായതുകൊണ്ട് അല്ലാഹു അത് നഷ്ടപ്പെടുത്തുകയില്ല. അതുപോലെ തന്നെ ഞാൻ സലാത്ത് ചൊല്ലുകയാണ് എന്ന നിയ്യത്തിന്റെ ആവശ്യം സലാത്തിന് വേണ്ട എന്നുമുണ്ട്. ബാങ്കിന് നിയ്യത്ത് വേണോ? ബാങ്ക് കൊടുത്താൽ അതിന്റെ ഉപകാരം നടക്കും. ആ നിയ്യത്ത് നല്ലതാണ്. ഒരു ബാങ്ക് കൊടുക്കുമ്പോൾ ഞാനൊരു ബാങ്ക് കൊടുക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുന്നത് നല്ലതാണ്. നിയ്യത്ത് വെക്കാതെ മുക്കിൽ ബാങ്ക് കൊടുത്താലും ജനങ്ങൾ അറിയും, നിസ്കാരത്തിന്റെ സമയം അറിയിക്കുന്നു എന്ന് വരും. അപ്പൊ ഏതായിരുന്നാലും ആ സ്വലാത്തിന്റെ മഹത്വമാണ് നമ്മെ അത് അറിയിക്കുന്നത്. അതുകൊണ്ട് നിയ്യത്തുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും സാധാരണക്കാർക്കുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംശയം പലവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ഒരു ചോദ്യം ആദ്യം ഇട്ട് തന്നാൽ ചിലപ്പം ഇനി ആരെങ്കിലും അതിങ്ങനെ പബ്ലിക്കിൽ അടിക്കണ്ട, അതല്ലെങ്കിൽ PM അയക്കണ്ട. പലരും ചോദിച്ച ഒരു ചോദ്യം ആയതുകൊണ്ട്, അതായത് ഒരാൾക്ക് റമളാനില് 2 കൊല്ലത്തെ റമളാനിലെ നോമ്പ് ഖളാ വീട്ടാണ്ട് അങ്ങനെ വരുമല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ റമളാനിൽ നിന്നൊരു 3 നോമ്പ് ഖളാ ആയിട്ടുണ്ട്. ഇക്കൊല്ലത്തെ റമളാനിൽ നിന്നും ഒരു 3 നോമ്പ് ഖളാ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ റമളാൻ കഴിഞ്ഞിട്ട് ഖളാ വീട്ടുകയാണ്. അപ്പൊ ഉദാഹരണം പറയാം, മൊത്തം 2 കൊല്ലത്തിൽ നിന്നായി 6 നോമ്പ് ഖളാ ആയിട്ടുണ്ട്. ഈ 6 നോമ്പും കൂടി 1 കൊല്ലത്തെ റമളാനിലെ നോമ്പല്ല. 2 കൊല്ലത്തിലെ, അതിന് 3 കൊല്ലം ആവാ 4 കൊല്ലം ആവത്തോ, ഇതൊക്കെ 2 എന്നുള്ളത് ഉദാഹരണം. അപ്പോ പലവരും ചോദിച്ചില്ല ഇഷ്കാല്, അപ്പൊ അവിടെ
കഴിഞ്ഞ കൊല്ലത്തെ റമളാനിൽ നിന്ന് കളാ ആയിപ്പോയ നോമ്പിനെ ഞാൻ കളാ വീട്ടുന്നു എന്ന് കരുതണോ? വേണ്ട, ഒരിക്കലും വേണ്ട. റമളാനിൽ നിന്ന് കളാ ആയിപ്പോയ നോമ്പിനെ ഞാൻ കളാ വീട്ടുന്നു എന്ന് കരുതിയാൽ മതി. അപ്പൊ ചിലപ്പോ അത് അങ്ങനെ 6 നോമ്പ് കളാ വീട്ടണം. മൊത്തം ഒരു 10 കൊല്ലത്തിൽ നിന്നായിട്ട് അങ്ങനെ ആയി. 10 കൊല്ലത്തിൽ നിന്നായി എന്തായിട്ടുണ്ട്? 10 നോമ്പ് കളാ ആയിട്ടുണ്ട്. കാരണം ഈ ഒരു ഇഷ്കാല് വരാൻ കാരണം നമ്മൾ മുൻ ക്ലാസുകളിലെല്ലാം കളാ ആയിപ്പോയ നോമ്പ് കളാ വീട്ടണം. അത് കളാ വീട്ടാതെ മരിച്ചാൽ അല്ലെങ്കിൽ കൊല്ലം പിന്തിപ്പിച്ചതിന്റെ പേരിലുള്ള മുദ് എന്നൊക്കെയും പറഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചു, ഉസ്താദെ ബുദ്ധിമോശം കൊണ്ട് കളാ ആയിട്ടുണ്ട്, പക്ഷെ ഏതൊക്കെ കൊല്ലം? ആ ഒരു ഇഷ്കാല് സാധാരണക്കാർക്ക് വരാനൊരു കാരണമുണ്ട്. കാരണം സാധാരണ നമ്മൾ നോമ്പിന് നിയ്യത്ത് വെക്കുമ്പോ ഈ കൊല്ലത്തെ റമളാനിൽ നിന്നുള്ള ഞാൻ സാധാരണക്കാർ ഇഷ്കാൽ ആദ്യം തീർക്കാത്ത ഒരുപാട് ആൾക്കാർ ചോദിച്ചതാണ് നമ്മൾ ആ ഒരു മസാല പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാ അള്ളാ ഓരോരുത്തർക്കും ഫോണിൽ മറുപടി പറയാനുള്ളൊരു വിഷമാണ്. നിയ്യത്തിന്റെ ക്ലാസ് വരും. അതായത് ഇനി കൊല്ലം കളാവ് കൂട്ടാൻ സമയമില്ലല്ലോ. നിയ്യത്തിന്റെ ക്ലാസ് വരും, അവിടെ വെച്ച് നിങ്ങൾ കേൾക്കുക. കാരണം ഒരു 10-50 ആൾക്കാർക്കൊക്കെ ഇപ്പൊ അത് വിളിച്ചിട്ട് ഇങ്ങനെ ഫോണിൽ കൂടെ പറയാനുള്ളൊരു വിഷമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇഷ്കാല് ഇനിയിപ്പോ അത് കാരണം നിയ്യത്തിന്റെ ക്ലാസ് കേൾക്കുമ്പോഴേക്ക് ആ സംശയം ചോദിച്ചവരെന്ത് ചെയ്യും? അങ്ങനെ പബ്ലിക്കലി അടിക്കാൻ തുടങ്ങും. പിന്നെ ആ ഉത്തരം കിട്ടുമല്ലോ ബാക്കി പറയുന്നതുമൊക്കെ ഒന്നും ഓല് ശ്രദ്ധിക്കൂല. ഓല് വിചാരിച്ചൊരു ചോദ്യം ഒരു ഉത്തരം അത് കിട്ടുമല്ലോ അയിമ കൂടും. അതിന്റെ പിന്നാലെ അങ്ങനെ സൈക്കിൾ എടുത്ത് പോകും. അപ്പൊ പല കാര്യങ്ങളും പറയുമ്പോ അയിമക്കൊന്നും ഓൾക്ക് ശ്രദ്ധയും വരൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ശൈലി ആദ്യം തന്നെ അത് സ്വീകരിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോ അപ്പോ എത്രേ കൊല്ലം മുന്നത്തെ നോമ്പ് കളാ ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ നിയ്യത്ത് വെക്കുമ്പോ ഈ കൊല്ലത്തെ റമളാനിൽ നിന്നുള്ള അപ്പൊ പലരും മനസ്സിലാക്കിയിട്ടില്ല എന്താണ്, ഏത് കൊല്ലത്തെ നോമ്പാണോ നോൽക്കുന്നത് ആ കൊല്ലം വ്യക്തമാക്കണം. കാരണം ഈ കൊല്ലത്തെ അപ്പൊ കഴിഞ്ഞു പോയ ഏത് കൊല്ലത്തെ നോമ്പാണ് എനിക്ക് കള ആയത്? കുറച്ച് നോമ്പ് കള ആയിട്ടുണ്ട്. 2003 2004 1985 ഇങ്ങനെയൊക്കെ ഒരു ഇഷ്കാല്. ആ ഇഷ്കാലിനൊരു പ്രസക്തിയും ഇല്ല. അപ്പൊ അവരെങ്ങനെയാണ്? റമളാനിൽ നിന്ന് എത്ര നോമ്പ് കള ആയിട്ടുണ്ട്, റമളാനിൽ നിന്നുള്ള നോമ്പിനെ ഞാൻ കള വീട്ടുന്നു എന്ന് കരുതിയാൽ മതി. എന്ത് വേണ്ട, ഇന്ന കൊല്ലത്തെ റമളാനിൽ നിന്ന്. അപ്പൊ നമ്മൾ ഈ ഉദാഹരണത്തിലേക്ക് തന്നെ വന്നാൽ നിങ്ങൾക്ക് എളുപ്പം അത് മനസ്സിലാവും. കഴിഞ്ഞ റമളാനിൽ നിന്ന് ഒരു 3 നോമ്പ്, ഈ വരാൻ പോകുന്ന റമളാനിൽ നിന്നും ഒരു 3 നോമ്പ് കളാ ആയി. അങ്ങനെ ഈ റമളാൻ കഴിഞ്ഞിട്ട് മൊത്തം 6 നോമ്പ് കളാ വീട്ടുക. അപ്പൊ 3 കഴിഞ്ഞ റമളാനിൽ നിന്ന്, 3 ഇക്കൊല്ലത്തെ റമളാനിൽ നിന്ന്. അപ്പൊ എങ്ങനെ വേർതിരിച്ച് നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ റമളാനിൽ നിന്ന് കളാ ആയിപ്പോയ നോമ്പിനെ ഞാൻ കളാ വീട്ടുന്നു എന്നോ, അതല്ലെങ്കിൽ ഈ കൊല്ലത്തെ റമളാനിൽ നിന്ന് കളാ ആയിപ്പോയ നോമ്പിനെ ഞാൻ കളാ വീട്ടുന്നു എന്നോ കരുതേണ്ട ആവശ്യമില്ല. എന്ത് കരുതിയാൽ മതി? റമളാനിൽ നിന്ന് കളാ ആയിപ്പോയ നോമ്പ് അത് കഴിഞ്ഞ കൊല്ലത്താവാം, ഇക്കൊല്ലത്താവാം, അല്ലെങ്കിൽ കുറെ 10 കൊല്ലം മുന്നേ ഒരു റമളാനിൽ നിന്ന് കള ആയിപ്പോയ ഒരു നോമ്പ് എന്തെങ്കിലും എനിക്കറിയാം, ആ നോമ്പാവാം. എത്ര നോമ്പാണ് കള ആയത് അത്ര നോമ്പ് കള വീട്ടുക റമളാനിലെ നിയ്യത്തും വെച്ച്. അവിടെ തന്നെ അത് സാധാരണക്കാര് ചോദിച്ചതല്ലെങ്കിലും വിഷയത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് നേർച്ചയാക്കപ്പെട്ട നോമ്പ് 2-3-4 ഐറ്റംസ് നേർച്ച നടത്തിയിട്ടുണ്ട്. നോമ്പ് നേർച്ചയാക്കുക. അപ്പോ 2 ആവശ്യത്തിന് നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്. അപ്പൊ നേർച്ചയുടെ കാരണങ്ങൾ 2 നേർച്ചയുടെ 2 കാരണം കൊണ്ട് 3 നോമ്പ് നേർച്ചയായത് കള ഇവനിക്ക് നോറ്റ് വീട്ടാനുണ്ട്. അവിടെ നമ്മൾ ആ നോമ്പ് നോൽക്കുമ്പോ എന്തു കരുതേണ്ട ആവശ്യമില്ല. ഇന്നാലിന്ന ആവശ്യത്തിന് വേണ്ടി ഞാൻ നേർച്ചയാക്കിയ നോമ്പ് വീട്ടുന്നു എന്ന് കരുതണ്ട. എന്ത് കരുതിയാൽ മതി? ഞാൻ നേർച്ചയാക്കിയ നോമ്പ് അല്ലെങ്കിൽ നേർച്ചയായ നോമ്പ് അള്ളാഹുവിന് വേണ്ടി വീട്ടുന്നു എന്ന് കരുതിയാൽ മതി. അതേ രൂപത്തിൽ തന്നെ കഫാറത്തിന്റെ നോമ്പ്, ചിലപ്പം ജിമാ കാരണം കഫാറത്തിന്റെ നോമ്പ്, അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് പിഴക്കുക പോലത്തെ ആവശ്യങ്ങൾക്ക് ചിലപ്പം കഫാറത്തിന്റെ നോമ്പ് നോൽക്കേണ്ടി വരും. അപ്പൊ ഇന്ന രൂപത്തിലുള്ള കഫാറത്തിന്റെ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് കരുതണ്ട.
കഫാറത്തിന്റെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നോച്ചു വീട്ടുന്നു എന്ന് കരുതിയാൽ മതി. അപ്പോ കഫാറത്തിന്റെ നോമ്പ് വ്യത്യസ്തമായ രൂപത്തിലുള്ള കഫാറത്തിന്റെ നോമ്പ് ഇവനിക്ക് നോച്ചു വീട്ടാനുണ്ടെങ്കിൽ ഇന്ന നിലക്കുള്ള കഫാറത്തിന്റെ നോമ്പ്, ആ ഐറ്റംസ് വ്യക്തമാക്കണ്ട. കഫാറത്ത് അത് ഏത് ഐറ്റംസിലുള്ള കഫാറത്താണെങ്കിലും നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇന്ന രൂപത്തിലുള്ള നേർച്ച കൊണ്ട് നേർച്ചയായ അങ്ങനെയും വേണ്ട, ഇന്ന റമളാനിൽ നിന്ന് ഖളാ ആയ അങ്ങനെയും വേണ്ട. അപ്പൊ നേർച്ചയായ നോമ്പ് ഞാൻ നോൽക്കുന്നു, കഫാറത്തിന്റെ നോമ്പ് ഞാൻ നോൽക്കുന്നു, റമളാനിൽ നിന്ന് ഖളാ ആയ നോമ്പ് ഞാൻ നോൽക്കുന്നു, അത്രേ ആവശ്യമുള്ളൂ. അതിന് പബ്ലിക്കിൽ ആ ചോദ്യകർത്താക്കൾ അധികാതിരിക്കാൻ വേണ്ടി ആദ്യമേ അത് ഉണർത്തിയതാണ്. അപ്പൊ ആ ഒരു ധാരണ തീർത്തിയല്ലോ. ഇനി ഒന്നുകൂടി, കാരണം ധാരണകൾ പലതുമാണ്. നമ്മള് കുലിയുത മസ്തല കഴിഞ്ഞ ചൊവ്വാഴ്ച പറഞ്ഞു. ഒരു 5-6 സ്ത്രീകൾ വിളിച്ചിട്ട് ചോദിച്ചു, പഴയ കാലത്ത് തള്ളാറ് പറച്ചിലുള്ളത് നിർബന്ധമായ കുലി നോമ്പിന് കുലിക്കുമ്പോ ചെവിട്ടില് പഞ്ഞി വെക്കണമെന്ന്. അപ്പൊ കാരണം എന്താ, അതൊരു തള്ളാറ് ആരോ ചിലപ്പം ഏതെങ്കിലും ചിലപ്പോ ഉസ്താദുമാരൊരു ഇഹ്തിയാത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് സാധാരണക്കാരൊരു വിഷയമാണത്. ചവിട്ടിൽ പഞ്ഞിവെക്കണം. കാരണം അത് ചിലപ്പോ ഈ ഇഹ്തിയാത്തിന് ഒരു സൂക്ഷ്മത. എങ്ങനെ അവിചാരിതമായി നിർബന്ധമായ കുലിക്കുമ്പോ വെള്ളം അകത്തേക്ക് കയറിയാൽ നോമ്പ് മുറിയിൽ എന്നാലൊരു സൂക്ഷ്മത എന്ന നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ വലിച്ച വയസ്സായ ആൾക്കാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായേക്കാം, ഇല്ലാന്നൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഇഹ്തിയാത്തിന് വേണ്ടി ചെവിട്ടില് പഞ്ഞി വെച്ച കാരണം ചെവിക്കുഴിയിൽ നിന്ന് നനയേണ്ട ഭാഗങ്ങൾ നനയാതെ പോയാൽ കുലി അനുവാദത്തിലാവുക. ഒരു ഇഹ്തിയാത്തിന് വേണ്ടി ഒരാൾ ചെവിട്ടില് പഞ്ഞി വെച്ചു, നോമ്പ് മുറിയാത്ത രൂപത്തിൽ അകത്തേക്ക് പഞ്ഞി കയറാത്ത രൂപത്തിൽ പഞ്ഞി വെച്ചു, അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഞ്ഞി വല്ലാതെ തിരികെ ചെവിട്ടിന്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോ നോമ്പ് ബാത്തിലാകും, അത് വേറൊരു വിഷയം. ഇനി അവൻ പുറം ഭാഗത്തിനെല്ലാം ഫിറ്റാക്കി വെച്ചു, അത് കാരണം എന്തായില്ല, നനയേണ്ട ഭാഗം നനഞ്ഞില്ല, അപ്പോഴും എന്താണ് അത് വിഷയമാണ്. അപ്പൊ പഞ്ഞി വെക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ തീർത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അന്നൊരു മസ്അല അത് വ്യക്തമായി പറഞ്ഞത്. അതായത് ഒരാൾക്ക് തല ചെരിച്ചു പിടിച്ച് കുലിക്കാൻ സാധിക്കും. കാരണം തല ചെരിച്ചു പിടിക്കുകയാണെങ്കിൽ ചെവിട്ടിലേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള ഒരു മാർഗമാണ്, അല്ലെ? നമ്മൾ വലത്തെ ചെവി കഴുകുമ്പോ പല ഭാഗത്തേക്ക് തല ഒന്ന് ചെരിച്ചു, അപ്പൊ പിന്നെ പെട്ടെന്ന് വെള്ളം ചെവിയിലേക്ക് കയറൂല. അപ്പൊ തല ചെരിക്കുക എന്നുള്ളത് വെള്ളം അകത്തേക്ക് കയറാതിരിക്കാനുള്ള ഒരു മാർഗമാണ്. പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്തില്ല, നിർബന്ധമായ കുലിയോ സുന്നത്തായ കുലിയോ നോമ്പുകാരനായിരിക്കെ കുലിക്കുമ്പോൾ തല ചെരിക്കാത്ത കാരണത്താൽ വെള്ളം അകത്തേക്കു കയറി യാദൃശികമായി അവിചാരിതമായി, എന്നാലും നോമ്പ് മുറിയില്ല. അപ്പൊ അവിടെ എന്ത് പ്രശ്നം വരുന്നില്ല, ഇവന് ഈ തല ഒന്ന് ചെരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ വെള്ളം അകത്തേക്കു കയറുമായിരുന്നില്ലല്ലോ. തല ചെരിക്കാത്ത കാരണത്താലല്ലേ വെള്ളം അകത്തേക്കു കയറി. അപ്പൊ അതുകൊണ്ട് ഓന്റെ നോമ്പ് മുറിയില്ല എന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. അപ്പൊ ഇതും നിങ്ങൾക്ക് ആ ഒരു മസ്അലയിൽ നിന്ന് എന്ത് മനസ്സിലായി? നോമ്പുകാരനായിരിക്കെ നിർബന്ധമായ കുലിയോ സുന്നത്തായ കുലിയോ കുലിക്കുമ്പോൾ ഒരിക്കലും പഞ്ഞു വെച്ച് ചെവിട്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു മസ്അലയില്ല. ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അകത്തേക്ക് പഞ്ഞ് കയറി ചെവിട്ടിൽ നിന്ന് നോമ്പ് മുറിയുന്നതിന്റെ അപ്പുറത്തേക്ക് പഞ്ഞ് കയറുന്നതും ഇപ്പുറത്തേക്കാകുമ്പോൾ നനയേണ്ട ഭാഗങ്ങൾ നനയാതിരിക്കുന്നതും രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, ചില സാധാരണക്കാർക്ക് ചില വിഷയങ്ങൾ പറയുമ്പോൾ മുൻകാലങ്ങളിൽ അവർ മനസ്സിലാക്കി വെച്ച ചില ധാരണകൾ കാലങ്ങളോളം മനസ്സിലാക്കി വെച്ചതിന് എതിര് കേൾക്കുമ്പോൾ ചിലപ്പം സ്വാഭാവികമായും അങ്ങനത്തെ ഇഷ്കാലുകൾ വരാം. ഇരിക്കട്ടെ, ഞാൻ അതൊന്ന് ഉണർത്തിയെന്ന് മാത്രം. ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, അങ്ങനെ നിയ്യത്തിന്റെ ആ ഒരു ചോദ്യം പലവരും ചോദിച്ചത് കൊണ്ട് അതാദ്യം ഒന്ന് വ്യക്തമാക്കി. പിന്നെ അവിടെ തന്നെ സാധാരണക്കാർക്ക് വരുന്ന മറ്റൊരു പ്രശ്നം, നമ്മൾ ഈ മുമയ്യിസായ കുട്ടികളെ കൊണ്ട് നോമ്പ് ഒൽപ്പിക്കും. മുമയ്യിസായ ഏകദേശം ഒരു 7 വയസ്സ്. ഈ 7 വയസ്സായ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ അത് നല്ലതുമാണ്, അങ്ങനെ തന്നെ ചെയ്യണം.
കാരണം 7 വയസ്സായാൽ നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം കുട്ടിക്കുണ്ടെങ്കിൽ ആ നോമ്പിന്റെ മേൽ പ്രോത്സാഹിപ്പിക്കലും അത് പരിശീലിപ്പിക്കലൊക്കെയും മാതാപിതാക്കന്മാർക്ക് കടമയാണ്. അങ്ങനെ ഒരു മുമയ്യിസായ കുട്ടിയെ കൊണ്ട് നോമ്പ് ഒൽപ്പിക്കുമ്പോ നമ്മളെന്ത് ചെയ്യും? കുട്ടികളെ കൊണ്ട് നോമ്പ് ഒൽപ്പിക്കും. കുട്ടികളെ അശാനുസ്കാരക്കും കഴിഞ്ഞ് ഓല് അല്പം സുഖമായി കറന്നുറങ്ങും. പിന്നെ അത്തായത്തിന് കുട്ടിനെ വിളിച്ച ഒരു ഉറക്കം തൂങ്ങിയിട്ട് 2 വച്ചു വയ്ക്കും. ചിലപ്പോ ഓറ്റങ്ങൾ ഇനിയിപ്പോ അത്തായത്തിന് നീച്ച് നെയ്യത്തൊന്നും വെച്ചു കൊടുത്താൽ ഓറ്റങ്ങളെ മണ്ടേ കയറൂല. അപ്പൊ പിന്നെ നമ്മളൊരു തീരുമാനം, കുട്ടികളല്ലേ അത്രയ്ക്ക് മതി. നമുക്ക് അങ്ങനെ ഒരു തീരുമാനം, കുട്ടികളല്ല അത്രയ്ക്ക് മതിയെന്ന്. അതിൽ നിങ്ങൾ ആരും വഞ്ചിതരാവരുത്. വലൗ ഫീ സൗമിൽ മുമയ്യിസി, ഫുഖീഹിന്റെ കിതാബിൽ പറയുന്നു, ഒരു മുമയ്യിസായ കുട്ടിയുടെ നോമ്പിലാണെങ്കിലും ശരി, വലിയവർക്കുള്ള ഷർത്തുകൾ എന്തൊക്കെയോ, ഒരു നിയ്യത്ത് സഹീഹാവാൻ വലിയവർക്കുള്ള നിബന്ധനകൾ എന്തൊക്കെയാണോ ആ നിബന്ധനയെല്ലാം മുമയ്യിസായ കുട്ടിയുടെ നോമ്പിന്റെ നിയ്യത്തിലും ബാധക. ഇത് നമ്മളെ സാധാരണ സഹോദരിമാര് കുട്ടികൾക്കൊക്കെ അത്ര മതി, അത് കുട്ടികളല്ലേ, ഇനിയിപ്പോ ഓനപ്പി ഉറക്കത്തിൽ നിയ്യത്ത് ഒപ്പിക്കണ്ട, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ട, ഓലക്കൊണ്ട് പോലെ ഓൽക്കൊരു രസ്റ്റിന് വാണ്ടി നോമ്പ് ഒൽക്കല്ലേ, അതൊരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ട് ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങള് അത് പറയാൻ കാണണ്ട. രാത്രി സമയത്ത് ചിലപ്പോ നമ്മളെന്ത് ചെയ്യും, ഈ ഒരു ചിന്താഗതി കാരണം ഉമ്മാടെ കുട്ടി എന്ത് ചെയ്താൽ മതി, സുബഹിസ്കാരം കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ചാൽ മതി. എത്രയോ സഹോദരിമാർ പറയാറുണ്ട്, ഉമ്മാടെ കുട്ടി സുബഹിസ്കാരം കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ചാൽ മതി. ആ ഒരു ധാരണ തിരുത്തേണ്ടതാകുന്നു. വലിയവര്, അതായത് പ്രായപൂർത്തിയായവർ നോമ്പ് നോൽക്കുമ്പോ ആ നോമ്പിന്റെ നിയ്യത്തിന്റെ ഒരു നിബന്ധനയാണല്ലോ തബീത്ത്. തബീത്ത് എന്ന് പറഞ്ഞാൽ ഈഖാഉൻ നിയ്യത്തി ലൈലൻ, രാത്രിയിൽ നിയ്യത്തിനെ സംഭവിപ്പിക്കുക, തലേ ദിവസം രാത്രി നിയ്യത്ത് വെക്കുക. അത് വലിയവർക്കുള്ള ഒരു നിബന്ധന മാത്രമല്ല, കുട്ടികളുടെ നോമ്പിലും ആ നിബന്ധന ബാധകമാകുന്നു എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ആ ഒരു വിഷയം പറഞ്ഞപ്പോ നിസ്കാരത്തിന്റെ കാര്യത്തിലും ചില സഹോദരിമാര് കുട്ടികളെ അങ്ങനെ കണക്കാക്കാറുണ്ട്. കാരണം കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ 7 വയസ്സായ കുട്ടികളെ കൊണ്ടൊക്കെ നിസ്കരിപ്പിക്കുമ്പോ ചിലപ്പം അവരുടെ തണ്ടം കൈ പൂർണ്ണമായും മറയാത്ത ഉമ്മാടെ പായ മാക്സയ്ക്ക് മുറിച്ച് ഭാഗാക്കി കൊടുക്കും കുട്ടികളെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ ഈ തണ്ടം കൈ ഫുള്ള് മറിയില്ല. അപ്പൊ നമ്മൾ അവധിയും തീരുമാനം, കുട്ടികളല്ലേ അത്ര മതി, പാടില്ല. മുമയ്യിസായ കുട്ടിയെ കൊണ്ട് നിസ്കരിപ്പിക്കുമ്പോൾ വലിയവർക്കുള്ള ഷർത്തുകൾ എന്തൊക്കെയാണോ ആ ഷർത്തുകളൊക്കെയും ഈ കുട്ടി പാലിച്ചിട്ടുണ്ടോ. പെൺകുട്ടിയാണെങ്കിൽ വലിയ സ്ത്രീകൾക്കുള്ള നിബന്ധന, ആൺകുട്ടിയാണെങ്കിൽ വലിയ പുരുഷന്മാർക്കുള്ള നിബന്ധന. അപ്പൊ മുമയ്യിസായ കുട്ടിയെ കൊണ്ട് നിസ്കരിപ്പിക്കുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തിയായ സ്ത്രീകൾ മറക്കേൽ നിർബന്ധമായ ഭാഗങ്ങളൊക്കെ മറപ്പിക്കണം. നമ്മൾ മുമ്പ് നിസ്കാരത്തിന്റെ ഒക്കെ മസാല പറഞ്ഞ ആ കാലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കേൾക്കാത്തോലെന്തെങ്കിൽ നമ്മളെ സ്ത്രീകളുടെ നിസ്കാരക്കുപ്പായൊക്കെയും കൈ ലൂസായ കാരണം എഴുത്തിലാലിലേക്ക് കൈ ഉയർത്തുമ്പോ, അതുപോലെ തന്നെ സുബൈക്ക് കുനൂത്തോടാൻ വേണ്ടി കൈ ഉയർത്തുമ്പോ കീപ്പോത്തിറങ്ങാറുണ്ട്. നമ്മളെ സാധാരണ ക്ലാസ്സിലൊക്കെ അത് പറയുമ്പോ സ്ത്രീകൾ കരയുകയാണ്. ശ്രദ്ധിക്കാത്ത എത്രയോ യുവതികളാവുന്ന സഹോദരിമാർ. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് വലിയവർ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മുടെ കുട്ടികളെ കൊണ്ടും ശ്രദ്ധിപ്പിക്കണം. ചെറിയ പെൺകുട്ടികളെ കൊണ്ട് മുമയ്യിസായ 7ഉം 8ഉം വയസ്സായ പെൺകുട്ടികളെ കൊണ്ട് നിസ്കരിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ കുട്ടി എഴുത്തിലാലിലേക്ക് കൈയുയരുമ്പോ, കുനൂത്തിന് വേണ്ടി ആ പെൺകുട്ടി കൈയുയർത്തുമ്പോ ആ കുട്ടിക്ക് മസ്അല അറിയില്ല, ഈ പെൺകുട്ടിക്ക് മസ്അല അറിയില്ല. എന്റെ തണ്ടം കൈയിൽ നിന്ന് അല്പം വെളിവായാൽ എന്റെ നിസ്കാരം ബാത്തിലാണ്. ഇത് കുട്ടികൾക്ക് അറിയാത്ത മസ്അലേന്. നമ്മൾ അവരെ പരിശീലിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ, അത് നമ്മുടെ കടമയാണ്. ഉമ്മമാര് പ്രത്യേകം അക്കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കണം എന്നും ഞാൻ അത് സംബന്ധമായി ഒന്ന് പറയുകയാണ്. നമ്മൾ ഈ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒരു നെവർ മൈൻഡ് ആക്കി കളയുന്ന കുറെ മസാലകളുണ്ട്. കൂട്ടത്തിൽ ഞാൻ ആ ഒരു വിഷയമായി പറഞ്ഞപ്പോ ആ ഒരു മസാല ഒന്ന് സൂചിപ്പിക്കുക. നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ ഔറത്തിലേക്ക് നോക്കുക, അതുപോലെ ഔറത്തുമ്മ തൊടുക.
ഈ 2-3 വയസ്സൊക്കെ ആയ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അത് ചില സഹോദരിമാർ ഈ കുട്ടികളെ കാണാൻ ചെല്ലുമ്പോ അതുമ്മ വെച്ചെങ്ങാണ്ട് ഒരു കളി, അത് നമ്മളൊരു നാടൻ ശൈലിയാണ്. ഒന്നുമില്ല അയ്മാതി കുട്ടികളെ എടുത്തെങ്ങാണ്ട് എന്നിങ്ങൾ പറഞ്ഞിങ്ങാണ്ട് ഒരു തമാശ കളിക്കല്, അതൊക്കെ എത്ര ഹറാമാച്ചിട്ടാ. കാരണം ചെറിയ കുട്ടികളുടെ ഗുഹ്യസ്ഥാനത്തിലേക്ക് നോക്കാം. ആർക്ക്? ആ കുട്ടിയെ പരിപാലിക്കുന്ന ഉമ്മ, അല്ലെങ്കിൽ ആ കുട്ടിയെ പരിപാലിക്കുന്ന ഉമ്മയല്ലാത്ത മറ്റു സഹോദരിമാര്, അവരെ പോലോത്തവരിലേക്കൊക്കെ അവർക്കൊക്കെ അത് ജായിസ, അല്ലാത്തവർക്കൊന്നും പറ്റൂല. പിന്നെ ചെറിയ പെൺകുട്ടിയാണെങ്കിൽ ഓരോ ഔറത്തുമ്മ കാരണം കൂടാതെ തൊടാനും പാടില്ല. പിന്നെ ആൺകുട്ടികളുടെ ഔറത്തുമ്മ തൊടാൻ പറ്റുമോ? മുമയ്യിസ് ആകുന്നതിന്റെ മുമ്പാണെങ്കിൽ പറ്റും, മുമയ്യിസ് ആകുന്നതിന്റെ മുമ്പാണെങ്കിലും പറ്റൂല എന്നൊക്കെയും ഔറത്ത് സംബന്ധമായുള്ള ചർച്ചയിൽ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു വീട് കയറ്റുകയാണ്. വീട് കയറ്റുമ്പോ ഓരോരുത്തർക്കും അനുസരിച്ച വീടാവണം. എന്താ മസ്അല? 10 വയസ്സായ ആൺകുട്ടിയും ഉമ്മയും ഒപ്പം കിടക്കാൻ പാടില്ല, ഹറാം. 10 വയസ്സായ 10 വയസ്സായ പെൺകുട്ടിയും ഉപ്പയും ഒപ്പം കിടക്കാൻ പാടില്ല. 10 വയസ്സായ ആങ്ങളെയും 10 വയസ്സായ പെങ്ങളും ഒപ്പം കിടക്കാൻ പാടില്ല. വേർപിരിച്ചോളണം. തഫ്രീഖ്, വെവ്വേറെ കിടത്തി ഉറക്കണം. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഇന്നെ കൊണ്ടിപ്പോ എന്താണ് ഇത്ര വലിയ പേരൊന്നും വേണ്ട, അതൊരിക്കലും അമിതല്ലേ, ഇല്ല 2 റൂം മതി, ഒന്ന് ഓഫീസ് റൂം, ഒന്ന് കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും പാടെ കടന്നുറങ്ങാനും പോരാ. നമുക്ക് അങ്ങനത്തെ മക്കൾ എന്തെങ്കിലും റൂം അധികം ഉണ്ടാക്കുക, വെവ്വേറെ കിടത്താൻ, അതൊന്നും ഇസ്ലാമികമായി തെറ്റല്ല. അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് വീടിന്റെ വിശാലത. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം, വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പൊ ഞാൻ ഏതായാലും പറയുന്നത്, മുമയ്യിസായ കുട്ടിയുടെ നോമ്പാണെങ്കിലും ഈ വലിയവൾ നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? ഇനി അടുത്തതായി ഞാൻ എന്റെ പുരുഷന്മാരോടാണ് ഈ കാര്യം, പ്രത്യേകിച്ച് ഗൾഫിലെ ശ്രോതാക്കള് അല്ലത്, കേരളത്തിലെ ശ്രോതാക്കൾ പ്രത്യേകം ആ വിഷയം ശ്രദ്ധിക്കണം. കാരണം നിയ്യത്ത് വെക്കേണ്ടത് ഖൽബിലാണ്. നാവുകൊണ്ട് നിയ്യത്ത് പറയൽ നിർബന്ധം ഇല്ല. നാവുകൊണ്ട് നിയ്യത്ത് പറയൽ നിർബന്ധമില്ല. അതാണ് മസ്അല. പ്രബലമായ അഭിപ്രായ പ്രകാരം, ഞാനിപ്പോൾ ആദ്യം പറയുന്നത് പ്രബലമായ അഭിപ്രായ പ്രകാരമുള്ള മസ്അലയാണ്. പിന്നെ ഇഹ്തിയാത്തിന്റെ മാർഗം, സൂക്ഷ്മതയുടെ മാർഗമായി വേറെ ചില കാര്യങ്ങൾ പറയാം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, നാവുകൊണ്ട് നിയ്യത്ത് വെക്കൽ എന്തില്ല, നിർബന്ധമില്ല. ഇനി എന്തും അതാണ് അത്. പിന്നെ അതേ രൂപത്തിൽ നാവ് കൊണ്ട് വെച്ചത് കൊണ്ട് കാര്യമില്ല. ഒരാൾ നാവുകൊണ്ട് മാത്രം നിയ്യത്ത് ചൊല്ലി അത് പോരാ. എന്നാൽ നാവുകൊണ്ട് ചൊല്ലൽ നിർബന്ധമുണ്ടോ? അതും ഇല്ല. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരവസ്ഥയുണ്ട്, ഇല്ലേ? നമ്മൾ തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് നിൽക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? നിയ്യത്തൊന്ന് ചൊല്ലിക്കൊടുക്കും. അത് ഒരുപാട് സാധാരണക്കാർ, പള്ളിയുടെ ഉമ്മരം കാണാത്ത മനുഷ്യന്മാര് റമളാൻ ആകുമ്പോ ഒന്ന് കേറി വരും. നമ്മൾ അവരെ കളിയാക്കണ്ട. അങ്ങനെ ചില ആൾക്കാരെ ഓപ്പം നോമ്പായി നോക്കുമ്പോ ഒരു വള്ളത്തുണിയൊക്കെ വാങ്ങി ഒരു തൊപ്പിയൊക്കെ വാങ്ങിങ്ങാണ്ടിങ്ങനെ വന്നിക്കുന്നതിനകത്ത് സ്ഥിരം ജമാഅത്തിന് പങ്കെടുക്കുന്ന ചില ആളുകള് ഈ റമളാൻ എസ്പിക്കാരെ കളിയാക്കാറുണ്ട്. ചെയ്തു പോവരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, മഹാന്മാരാകുന്ന മലക്കുകൾ ഈ റമളാൻ അല്ലാത്ത മാസത്തിലൊക്കെയും മുഅ്മിനീങ്ങൾ ദോഷം അധികരിക്കുന്നത് കാണുമ്പോ അല്ലാഹു തആലാനോട് ശിക്കായത്ത് ബോധിപ്പിക്കത്തരെ, ഈ കൗമിനെ എന്തിനെ ശ്രദ്ധിച്ചത്, എന്തിനാണ് ഈ കൗമിനെ ശ്രദ്ധിച്ചത്? അപ്പൊ അല്ലാഹു പറയത്തരെ, അവര് റമളാൻ അല്ലാത്തപ്പോൾ കുറച്ച് ദോഷം ചെയ്യുന്നുണ്ടെങ്കിലും റമളാൻ ആയാൽ ഇന്നെ പേടിച്ചിട്ട് ഒക്കെ നിർത്തിവെക്കാലോ, ഇല്ലേ? അങ്ങനെ ഒരു വിഭാഗമുണ്ട്. റമളാൻ ആകുമ്പോ എല്ലാ തമ്മാദിത്തരും ഓല് നിർത്തും, കല്ലൂരി നിർത്തും, സിൽമകാനലും നിർത്തും. അത്ര സൂഫിയാക്കൾ ചിലപ്പോ നാട്ടിലുണ്ടാവില്ല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. ഒന്ന് താജിക്കിന് ഭരിച്ചു ഉസാറാക്കും. ഇത് ഹറാമാന് പോറ്റങ്ങൾ ചിന്തിക്കുന്നില്ല. താജിക്കൊന്ന് ഭരിച്ചു ഉസാറാക്കി, മുടിയൊക്കൊന്ന് വെത്തിച്ചൊക്കെ ഒന്ന് വിഷയം വെച്ച് നല്ലൊരു തൊപ്പിയൊക്കെ വാങ്ങി ഓലിങ്ങനെ ഉസാറായിട്ട് പള്ളിക്ക നോമ്പ് തുറപ്പിക്കലും എല്ലാം നല്ല ഉസാറായിരിക്കും. പക്ഷേ ശവ്വാൽ മാസപ്പിറവിയോട് കൂടെ
പിന്നെ ഓലെ തിരിത്ത് തെരഞ്ഞാൽ കാണില്ല. ഞാൻ മുമ്പൊരിക്കൽ യാത്ര ചെയ്യുമ്പോൾ പള്ളിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഒരു മേച്ചർ. ശവ്വാൽ മാസപ്പിറവിയോടുകൂടെ പള്ളിയിൽ കണ്ടുവന്നിരുന്ന പലവരെയും കാണാതായിട്ടുണ്ട്. കണ്ടു കിട്ടുന്നവർ താഴെ നമ്പറിലോ അടുത്ത പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കേണ്ടതാകുന്നു. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. റംലാൻ അങ്ങോട്ട് കഴിഞ്ഞ് ശവ്വാൽ മാസപ്പിറവി ആയാൽ പിന്നെ ഓലെ തിരിത്ത് തെരഞ്ഞാൽ കാണൂല. നമ്മൾ ഓലെ കളിയാക്കണ്ട. അപ്പൊ അള്ളാഹുത്താല മലായിക്കത്തീങ്ങളോട് പറയത്തലേ, അവര് എന്നെ പേടിച്ചിട്ട് റമളാനില് എന്നെ പേടിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് എന്ന് മലായിക്കത്തീങ്ങളോട് പറയുമ്പോ മലായിക്കത്തീങ്ങൾ ശിക്കായത്ത്, ഈ ആവലാതി ബോധിപ്പിക്കുന്നതിൽ നിന്ന് മാറി ഷഫാഅത്തിലേക്ക്, എന്നാ റബ്ബേ ആ മുഅ്മിനീങ്ങൾക്ക് ഇജ്ജ് പൊറുത്തു കൊടുക്കണേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമെന്നൊക്കെയും റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം. അപ്പൊ ഞാൻ പറയേണ്ടത്, റമളാനായിട്ട് മാത്രം പള്ളിയിലേക്ക് കയറി വരുന്നവര് അവർക്കിപ്പോ നിയ്യത്തൊന്നും അറിയില്ല. ഓലിപ്പോ എന്താണത്, പള്ളിക്കന്ന് മൊയ്ലിയത് നിയ്യത്ത് വെച്ചെന്നു എന്നുള്ളതാ. നമ്മളൊക്കെ ഒരു ചില പോരായ്മകളാണത്. പിന്നെ നമ്മളെ പള്ളിയിലെ ഉസ്താദന്മാര് ഒരു നിഗമനം അത് വെക്കുക, ആർക്കും നിയ്യത്ത് അറിയില്ല. ഈ നിയ്യത്ത് അറിയില്ലാനും വെച്ചിട്ട് അത് ചൊല്ലിക്കൊടുക്കുന്നു. പക്ഷെ ചൊല്ലിക്കൊടുക്കണോണ്ട് വിരോധമൊന്നുമില്ല, ചൊല്ലിക്കൊടുക്കാം. പക്ഷെ ഈ സാധാരണക്കാർക്ക് ഇവരെ ഒരുപാട് കൂലിപ്പണിക്കാരായ മദ്രസയിലെ കഞ്ഞിമൂല കാണാത്ത മദ്രസയിലെ കഞ്ഞിമൂല പോലും കാണാത്ത ഒരുപാട് ആൾക്കാർ തറാവീസ്കാരത്തിന് പങ്കെടുക്കാണ്ടാവും. അപ്പൊ അവർക്കിപ്പോ അത് കൽബില് ഉറപ്പിക്കണം. നാവോണ്ട് പറഞ്ഞാൽ പോലെ ഓർക്കിപ്പോ എന്താ അറിയാ, തറാവീസ്കാരം കഴിഞ്ഞാൽ പള്ളിയിലെ ഉസ്താദ് നിയ്യത്ത് ചൊല്ലിത്തരുന്ന്, ഓലതങ്ങനെ ചൊല്ലി. പള്ളിക്കല ഉസ്താദ് നവൈത്തു, അപ്പൊ ബനു നവൈത്തു, പള്ളിക്കല മൊയിലേര് സൗമഹദീൻ. പിന്നെ പള്ളിക്കത്ത ഞാൻ കരുതി, എന്നാ മൊയിലേരെ ഞാനും കരുതി. നോക്കി, പള്ളിക്കല മൊയിലേര് കരുതിയെങ്കിൽ ഞാനും കരുതി, അതല്ലല്ലോ നിയ്യത്ത്. അപ്പൊ അതുകൊണ്ട് എന്റെ കേരളത്തിലെ ശ്രോതാക്കള് ആ ഒരു വിഷയം നല്ലവണ്ണം ശ്രദ്ധിക്കണം. വിശുദ്ധമായ റമളാനില് സ്വന്തമായി നിയ്യത്ത് വെക്കാൻ പോലും നമുക്ക് അറിയാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. തത്തമ്മേ പൂച്ച. ഞാനിത് പലവരോടും ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനിത് പലവരോടും പല പള്ളികളിലും ചെല്ലുമ്പോ സാധാരണക്കാരോട് നിങ്ങൾ ഈ പള്ളിയിലെ ഉസ്താദ് നിയ്യത്ത് ചൊല്ലിത്തരുമ്പോ നിങ്ങളെ കൽബിലെ അവസ്ഥ എന്താണ്? എന്താ കൽബിലെ അവസ്ഥ? ഉസ്താദ് ചൊല്ലിത്തരും. നമുക്കതൊക്കെ അങ്ങനെ ശീലായി. പള്ളിക്കല മൊയിലേര് ഇന്റെ മകൾ കെട്ടിച്ചു തന്നു റുക്യാനെ തന്നെ. നോക്കിങ്ങള് ചിലപ്പം ചില ആളുകളോട് സൗവജത്തുക്കാന്ന് പറഞ്ഞു കൊടുത്താല് ചേമ്പും കണ്ടം വായലിട്ട മാതിരി ആ ഇങ്ങോട്ട് വരൂല. പക്ഷെ ഫിഖീന്റെ കിതാബിൽ ചർച്ച ഉണ്ട്. സൗവജത്തുക്ക എന്ന് പറയേണ്ടേടത്ത് സൗവജത്തുക്ക എന്നൊരു സാധാരണക്കാരൻ പറഞ്ഞാൽ നിക്കാഹ് സഹിയാവും. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല വിഷയം. ഒരു മകളെ കല്യാണം തീരുമാനിച്ചിട്ട് 2 മാസമായി, ഈ 30 പവനും 2 ലക്ഷവും കല്യാണത്തിന്റെ തലേ ദിവസം ചോരക്കാലായി എല്ലാം ഈ പാവം ഒപ്പിച്ചു. ഞാൻ നിയ്യത്തിലേക്ക് തന്നെ വിഷയം വരുന്നിട്ടോ. എല്ലാം ഈ പാവം ഒപ്പിച്ചു. പക്ഷെ അവന്റെ ഈ കല്യാണത്തിൽ മെയിൻ വിഷയം എന്താ? ഈ വാചകം ചൊല്ലിക്കൊടുക്കാന്നുള്ളതാ. അതൊരു സൗവജത്തൊക്കെ പറഞ്ഞു പഠിക്കാൻ ഓനക്ക് സമയവും കിട്ടിയില്ല. അവതേന് നമ്മുടെ പോരായ്മ. പള്ളിക്കല ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നത് നമുക്കൊക്കെ ഉദാഹരണമുണ്ട്. പള്ളിക്കല മൊയ്ലിയല്ലെങ്കിൽ നിക്കാഹ് സഹിയാവൂല, മൊയ്ലിയമാർക്ക് ഭാരല്ല. അതുകൊണ്ടാണല്ലോ ഫിഖിന്റെ കിതാബിൽ വേറൊരു ചർച്ച വന്നത്. ഈ നിക്കാഹിന്റെ സീക ചൊല്ലിക്കൊടുക്കുന്നതിന് കായ് വാങ്ങാൻ പറ്റൂല എന്നൊരു മസലുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ 2 മാസം 10 ലക്ഷം രൂപ ഒപ്പിക്കാൻ എത്ര ഉറക്കമൊഴിച്ചു, എത്ര കഠിനാധ്വാനം ചെയ്തു, എത്ര ആലോചിച്ചു. ആ ഒരു വ്യക്തിക്ക് നിക്കാഹിന്റെ വചനം ചൊല്ലിക്കൊടുക്കുമ്പോൾ ഈ സൗവജത്തുക്ക പറയാൻ വയ്യാതെ, അല്ലെങ്കിൽ ഉസവ്വിജുക്ക അലാമ അമറല്ലാഹു എന്ന് പറയുന്ന പ്രത്യേകമായ ദിക്റ് പോലും ചെല്ലാൻ പറയാതെ. അതുകൊണ്ട് എന്റെ സാധാരണക്കാരായ KMICയുടെ മുഹബ്ബീങ്ങളാകുന്ന ശ്രോതാക്കളും മക്കളെ കെട്ടിക്കാനുള്ളവരോട് ഞാൻ പറയുന്നു, നമ്മളൊരു നിക്കാഹ് തീരുമാനിച്ചാൽ അക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുക. എന്റെ മരുമകൻ ഒരു മൊയ്ലിയരാണ്. ആ മൊയ്ലിയരൊപ്പം ഒരുപാട് മൊയ്ലിയമാര് പുരാപ്പലിന്റെ ഒപ്പം വരും. ഓന്റെ മുമ്പിൽ ഞാൻ വെച്ച് നിക്കാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ എനിക്കൊരു സൗവജത്തുക്ക വേണ്ടതുപോലെ പറയാൻ സാധിക്കാത്തൊരു വ്യക്തിയാണെന്ന് വന്നാലും മരുവന് ഓന്റെ സുഹൃത്തുക്കളായ മൊയ്ലിയമാരുടെ ഇടയിൽ ഒരു വഷൽത്തല, എടാ എന്റെ അമ്മോശം
ഒരു സൗവര്യത്തുക്ക പോലും പറയാൻ വയ്യ. അങ്ങനത്തെ അതൊക്കെ ഒരു മാന്യത. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു സൗവര്യത്തുക്ക നിക്കാഹ് ചെയ്താൽ നിക്കാഹ് ഉറപ്പിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ? പള്ളിക്കൽ ഉസ്താദിന്റെ അടുത്ത് പോവുക. ഉസ്താദെ, നിങ്ങൾ ആ ചെല്ലിത്തരുന്ന വചനങ്ങളില്ലേ, ആ വാക്കുകൾ, അതൊന്നും ഇങ്ങനത്തെ ഒരു കടലാസിൽ എഴുതി കാട്ടിക്കാണി. ഞാൻ നിങ്ങൾ ആ ചെല്ലിത്തരുന്ന നേരത്തുനിന്ന് ഉസ്താദായി ചെല്ലാൻ വേണ്ടി അത് ഞാൻ നിങ്ങളെ പതിക്കട്ടെ. നല്ലതാണ്. നമ്മളൊരു നിക്കാഹല്ലേ, അങ്ങനെ ആയാലും ഇങ്ങനെ പറ്റൂ. ഈ കൗലും കീലൊന്നും സ്വീകരിക്കാൻ നിൽക്കണ്ടല്ലോ. ഇത്ര ഹൈറുണ്ട്. ഒരു വിവാഹല്ലേ. ഇതൊന്നും ചിലപ്പം ഫിഖിന്റെ കിതാബ് നോക്കിയാൽ കാണൂലത്തോ. പക്ഷെ ഫിഖിന്റെ കിതാബ് വിശാലമായി നോക്കുന്നവർക്ക് ഇതൊക്കെ ഒരു നല്ലതായിട്ട് അങ്ങനെ ബോധ്യപ്പെടും. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു റമളാനിലെ നിയ്യത്ത് അതുപോലും ഒരു പള്ളിക്കല മൊയിലേര് ചൊല്ലിത്തരേണ്ട ഒരു അവസ്ഥ, അതൊന്നൊരു മൊയിലേര് ചൊല്ലിക്കൊടുക്കാൻ ഒരു ഫിഖിന്റെ കിതാബിലില്ല. നിയ്യത്ത് വെക്കേണ്ടത് കൽബിലാണ്. നാവുകൊണ്ട് പറയണോ പറയണ്ടേ? പ്രബലമായ അഭിപ്രായ പ്രകാരം നാവുകൊണ്ട് പറയണ്ട. പക്ഷേ അവരൊരു കൗലുണ്ട്. ഞാൻ പറയാം, ഇഹ്തിയാത്തിന്റെ രൂപം ഞാൻ പറയുന്നുണ്ട്. നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും നാവുകൊണ്ട് ഉച്ചരിക്കലു ഷർത്താണെന്ന് ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായ പ്രകാരവും നമ്മുടെ അമലു സഹീഹാവാൻ നിസ്കാരത്തിന്റെ നിയ്യത്ത് നാവുകൊണ്ടൊന്ന് പറയൽ സുന്നത്താണ്. നോമ്പിന്റെ നിയ്യത്താണെങ്കിലും നാവുകൊണ്ടൊന്ന് പറയല് സുന്നത്താണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഉസ്താദ് ചൊല്ലിത്തരുന്ന ഈ ഒരു നിയ്യത്തും വെച്ച്, ഉസ്താദ് നിയ്യത്ത് ചൊല്ലിത്തന്നു, നമ്മൾ വേറെ ഏതോ, നമ്മുടെ കൽബും നമ്മളാ നാവുകൊണ്ട് പറയുന്നതും കൽബും തമ്മിൽ ഒരു ബന്ധമില്ല. കൽബ് വേറെ ഏതോ ഭാഗത്താ. ഓനങ്ങനെ ഒരു ഓർമ്മയില് സലാം വീട്ടി ഒരു ഓർമ്മയില് എല്ലാരും ചെല്ലുന്നത് കേട്ട് ഓനും അങ്ങനെ ചെല്ലി. ഇവന്റെ കൽബും ആ നിയ്യത്തും തമ്മിലൊരു ബന്ധല്ലേ? ഈ കിടക്കുന്ന ഈ 30 ദിവസം അവൻ കിടക്കുന്നത് പട്ടിണിയാണ്, നോമ്പല്ല. അപ്പൊ ചിലോര് പറയും, ഉസ്താദേ അത് വിവരമില്ലാതെ വന്നുപോയതാ. അത് നമ്മുടെ KMIC പുതിയ ശ്രോതാക്കളോടല്ല, സാധുവായ ഞാൻ ആദ്യമായി നമ്മുടെ ക്ലാസ് റൂമിൽ കയറിയപ്പോ എല്ലാ സാധാരണക്കാരെയും ബോധ്യപ്പെടുത്തിയ ഒരു മസലയാണ് തിരുത്തപ്പെടേണ്ട ധാരണകളുടെ കൂട്ടത്തില്. ഇന്ന് കേരളത്തില് മലപ്പുറം, കോഴിക്കോട് പോലോത്ത, പാലക്കാട് പോലോത്ത വളരെ അപൂർവം ഏതെങ്കിലും മുക്കും മൂലിന്തോന്ന് അറിയില്ല, എല്ലാ മഹല്ലത്തിലും ദീനിയായ എല്ലാ വിഷയങ്ങളും പഠിക്കാൻ സൗകര്യമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ താമസിക്കുന്നത്. പഠിക്കാൻ സൗകര്യം ഉണ്ടായിട്ട് നമ്മൾ പഠിക്കാതെ ഇരുന്നതാണ് അള്ളാന്റെ മുമ്പിൽ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടൂല. ഞാൻ ആ ഒരു മസ്അല നമ്മുടെ ക്ലാസ് റൂമിൽ കയറിയ ഉടനെ പറഞ്ഞപ്പോ അക്കാലത്തുള്ള ഒരുപാട് സാധാരണക്കാര് പറഞ്ഞു, ഞങ്ങൾ ആദ്യമായി തിരുത്തിയ ഒരു വിഷയം അതാ. നമ്മളൊക്കെയും പറഞ്ഞു, ഞങ്ങൾ സാധാരണക്കാരല്ലേ, വിവരമില്ലാത്തോലല്ലേ, അതിപ്പോ എന്തെങ്കിലും പോരായ്മ എന്തെങ്കിൽ അള്ള പൊരുത്തപ്പെടൂലേ? ഇല്ല. അള്ള അത് മാപ്പ് ചെയ്യണമെങ്കിൽ, അള്ള പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഒന്നിരിക്കെ നമുക്ക് ഇസ്ലാമിലേക്ക് വന്നിട്ട് പഠിക്കാൻ സൗകര്യം കിട്ടാത്ത ഒരു മേഖലയിലായിരിക്കണം നമ്മുടെ താമസം. അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ, പഠിക്കാൻ സമയം ലഭിച്ചില്ല. നമ്മുടെ മുമ്പിൽ ലാപ്ടോപ്പ് ഉണ്ട്, നല്ല നല്ല ഐഫോണുകളുണ്ട്, KMIC ഉണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നമുക്കതിനൊന്നും നേരില്ല. അള്ളാന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെടൂല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പള്ളിയിൽ നിന്ന് ഉസ്താദ് ചൊല്ലിത്തരുന്ന ഈ നിയ്യത്തിന്റെ വചനങ്ങൾ, നിയ്യത്തിന്റെ വാക്കുകൾ പോരാ, അത് തെറ്റാണ്, പാടില്ല എന്നല്ല പറയുന്നത്. ആ ചൊല്ലിത്തരുന്ന സമയത്ത് ആ നിയ്യത്തിന് നമ്മുടെ കൽബുമായി ബന്ധം വേണം. അതല്ലെങ്കിൽ അത് വിഷയാണ്. ഇത്രയപ്പോ ഞാൻ പറഞ്ഞത്. ഞാൻ കേരളക്കാരോട് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഗൾഫ് മേഖലയിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഗൾഫിലെ ഇമാമിങ്ങൾ, അറബികളൊന്നും പോലൊന്നും നിയ്യത്ത് ചൊല്ലിത്തരൂല. അപ്പൊ അതുകൊണ്ട് നല്ലൊരു സൂക്ഷ്മത ഞാൻ പറയട്ടെ. നമ്മളാ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ടോ സംസ്കാരം കഴിഞ്ഞിട്ടോ എപ്പോഴാണോ നിയ്യത്ത് വെക്കുന്നത്, അത് അവനാൻ തന്നെ നാവുകൊണ്ടൊന്ന് ചൊല്ലി ഒന്ന് അവനാന്റെ കൽബിൽ ഉറപ്പിക്കുക. മഹല്ലുഹാ, നിയ്യത്തിന്റെ മഹല്ല് അൽ കൽബു, കൽബാണ്. അത് വളരെയധികം. കാരണം എത്രയോ സാധാരണക്കാര് ഓലൊക്കെ ഉണ്ടാക്കുമ്പോ ഉറക്കനെ ഓല് എന്ന ഫർളിനെ വീട്ടുന്നു എന്നൊക്കെ കരുതും. അതേമാതിരിക്കാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ദുഹന്ന ഫർളിനെ അള്ളാഹു താല, അല്ലാഹു അക്ബർ. ചിലപ്പം കൽബും ഇവരും തമ്മിൽ, ഈ നിയ്യത്തും ഇവരുടെ കൽബും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത
അവസ്ഥകൾ പലപ്പോഴും സാധാരണക്കാരുടെ പ്രകൃതിയിൽ നിന്ന് കാണാം. അവിടെ ഒരു ഇഷ്കാല് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിഷയവുമായി ബന്ധപ്പെടുത്തി ഒന്ന് പറയാം. പല ഗൾഫുകാരും ചോദിക്കും, ഉസ്താദേ ആ പള്ളിക്കല അറബി നിയ്യത്ത് വെക്കണില്ല, ഓ നേരെ അങ്ങോട്ട് വരിക അല്ലാഹു അക്ബർ എന്ന് പറയാന്ന്, ഓലപ്പഴാ നിയ്യത്ത് വെക്കല്? അതില്ല, അങ്ങനെ നമ്മൾ പറയരുത്. കാരണം നമുക്ക് കേരളത്തിൽ നമ്മൾ ഒരു സാധാരണ ഉസ്താദന്മാരൊക്കെ ഇമാമത്ത് നിൽക്കുമ്പോ ഇക്കാമത്തൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഉസ്താദന്മാർ കുറച്ചേരം ഒന്നിങ്ങനെ ആ നിയ്യത്തൊക്കെ പറഞ്ഞ് കൽബിലൊക്കെ ഒന്ന് ഉറപ്പിച്ച് അല്ലാഹു അക്ബർ. അപ്പൊ നമുക്ക് അതേ ഒരു രൂപം ഗൾഫിൽ കാണാതിരിക്കുമ്പോ എന്തു തോന്നും? ഈ അറബി നിയ്യത്ത് വെക്കുന്നില്ല. കാരണം ഓൻ നാവുകൊണ്ട് ഉച്ചരിച്ചിട്ടുണ്ടാവില്ല. ഓൻ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൽബില് നിയ്യത്തുണ്ടോ ഇല്ലേ അതിപ്പോ നമുക്ക് സ്കാൻ ചെയ്താൽ അറിയുന്ന കാര്യമല്ലല്ലോ. ഓൻ പറഞ്ഞ ഈ നിയ്യത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിസ്കരിക്കാൻ അള്ളാഹ്ക്ക് അറിയില്ല. അങ്ങനെ ചില ബിദ്അത്തിന്റെ അഹ്ലുകാർക്ക് ആശയുണ്ട്. നിയ്യത്ത് എന്തിനു വെക്കുന്നു? അള്ളാഹ്ക്ക് അറിയില്ലേ ഇപ്പൊ ഇത് നിസ്കരിക്കാന്ന്, പിന്നെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയണോ? എന്നിട്ട് ഓന് നമ്മളോടാണ് പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കാനി, നമ്മൾ നിസ്കരിക്കാൻ അള്ളാഹ്ക്ക് അറിയില്ലേ, പിന്നെ ഇനിയിപ്പോ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം എന്തോ? അങ്ങനെയാണ് ഓന്റെ ആശയം എന്ന് നമുക്ക് ഉറപ്പായി തുടർന്ന് നിസ്കരിക്കണ്ട. ഓന്റെ ആശയം അങ്ങനെയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ പിന്നൊരു നെയ്യത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒന്നുണ്ടാക്കുമ്പോ പിന്നൊരു നെയ്യത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഓൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഓന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല, കാരണം നെയ്യത്തില്ലാത്തതുകൊണ്ട് നിസ്കാരം സഹിയല്ല. പക്ഷെ എന്ത് മനസ്സിലാക്കിയത് നമ്മള്? ഓന് വന്നേക്കന്നെ അല്ലാഹു അക്ബർ, അതുകൊണ്ട് ഇപ്പൊ ഓന്റെ കൽബില് നെയ്യത്തില്ല എന്നൊന്നും ഇപ്പൊ നമുക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കരുത്. മുമ്പ് നമ്മളെ കേരളക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഒന്നുണ്ടാക്കുമ്പോ ആദ്യം കാലുമ്മക്ക് തുള്ളി വള്ളം പാലും അല്ലേ? കേരളത്തിലുള്ള ഒരു സാധാരണ ഒരു അവസ്ഥയാണ്. ഒന്നുണ്ടാക്കാൻ നിൽക്കുമ്പോ കാലൊക്കെ നല്ല അങ്ങനെ ഉണങ്ങി തൂളിച്ച് നിൽക്കേക്കാലം. അപ്പൊ നമ്മള് ഫറലായ കാല് കഴുകുമ്പോ ശരിയായ രൂപത്തിൽ നനഞ്ഞോട്ടെ എന്ന് നിലക്ക് ചിലപ്പം ബലം കൂടിയ പോരാത്തേണെങ്കിൽ തിന്നാനൊരു അയവ് കിട്ടാൻ വേണ്ടി ആദ്യം ചാറൊഴിച്ചു വെക്കും, ഇതൊന്നും കുതിരാൻ വേണ്ടിയിട്ട്. എന്ന മാതിരി കേരളക്കാർ ചില ആളുകൾ ചെയ്യുന്ന ഒരു സ്വഭാവമാണ്, ഒന്നുണ്ടാക്കുന്നതിന്റെ മുമ്പ് കുറച്ച് വെള്ളം കാലുമൊക്കെ ഒഴിക്കും. അതെന്തിനാ? അതിപ്പോ ഫർലായ കഴുകുക എന്നല്ല, അതൊരു ഒരു ആദത്താണ്. അങ്ങനെ അങ്ങനത്തെ ഒരു മലയാളി കുവൈറ്റ് പോയിട്ട് ഒലുണ്ടാക്കുകയാണ്. അപ്പൊ ഈ അറബി ഈ മലയാളി ഒലുണ്ടാക്കുന്നത് കണ്ടു ഓൻ ആദ്യം തന്നെ കാലാ കഴുകണം. ഇത് കേരളക്കാരൊരു സ്വഭാവമാണ് എന്ന് ഇപ്പൊ ഈ അറബിക്ക് അറിയില്ല. അതില് അറബി കേരളക്കാരനോട് ഏയ് യാ സദീഖ് ഗൈറു സഹീഹ് ഗൈറു സഹീഹ്, അന്റെ ഒലു ശരിയല്ല, ആദ്യം കാലാ കഴുകണം. നോക്കിങ്ങള്. അപ്പൊ നമ്മതൊരു അവസ്ഥ കാണുമ്പോ ഓൽക്ക് തോന്നും നമ്മൾ ചെയ്തത് ശരിയല്ല, ഓല് ചെയ്യുന്നത് കാണുമ്പോ നമ്മക്ക് തോന്നും ഓല് ചെയ്തത് ശരിയല്ല. അങ്ങനൊന്നല്ല കാര്യം തീരുമാനിക്കണ്ട്. നമ്മളിപ്പോ ഓല് പത്തന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ കൽബില് നെയ്യത്തില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. പക്ഷെ ആ ഒരു ആശയമോ നമ്മളോട് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുമ്പോ നെയ്യത്തിന്റെ ആവശ്യമില്ല, ഞാൻ നിസ്കരിക്കാൻ അള്ളാഹ്ക്ക് അറിയില്ലേ. അപ്പൊ അവന്റെ ആശയം അതാണെന്ന് നമുക്ക് വ്യക്തമായി. അപ്പൊ നമ്മൾ തുടരാൻ പറ്റൂല, അത് വേറെ മസല. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, കൽബിൽ നമ്മൾ നിയ്യത്ത് വെക്കാൻ മറന്നു പോവരുതെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ ഇനി മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ രാവിലെ ഒന്ന് പറഞ്ഞു എങ്കിലും പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നുകൂടി പറയുന്നു. വലിയ ഒരു ഇഷ്കാല്, ഒരുപാട് സാധാരണക്കാർക്കുള്ള ഒരു ഇഷ്കാല്, നാളത്തെ നോമ്പ് എന്ന് പറയുമ്പോ ഇതിപ്പോ എങ്ങനെ ശരിയാവുക? ഈ എന്താണ് ഈ രാത്രി 12 മണി കഴിഞ്ഞാല് ഇത് നാളെ തന്നെയല്ലേ? ഞാൻ ഒരു കാര്യം, ആ ഒരു ഇഷ്കാല് തീരാൻ ആമുഖമായി നമ്മൾ എന്ത് മനസ്സിലാക്കണം? രാത്രി 12 മണിയല്ല ദിവസത്തിന്റെ തുടക്കം. അത് ഇംഗ്ലീഷ് ഡേറ്റിന്റെ തുടക്കം, എന്തല്ല ദിവസത്തിന്റെ തുടക്കമല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി രാവ് ആദ്യം പകല് പിന്നെയാണ്. ഇപ്പോ ഇന്ന് വ്യാഴാഴ്ച, നമ്മളിപ്പോ സാധാരണ ഇന്ന് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന രാത്രി ഒരു ക്ലാസ് ഉണ്ട്. ഉദാഹരണം പറയാ, ഇന്ന് എവിടെ ക്ലാസ് എന്ന് ചോദിച്ചു. ഇന്ന് വലയൂര് മഞ്ഞിലാംകുഴി ആണ് ക്ലാസ്, ഇന്ന് രാത്രി ക്ലാസ് വലയൂര് മഞ്ഞിലാംകുഴിയാണ് ക്ലാസ് എന്നാണ്. വാസ്തവത്തിൽ അത് നമ്മുതൊരു പതിവാ. അത് വാസ്തവത്തിൽ ശരിയല്ല. കാരണം വ്യാഴാഴ്ച രാത്രി അത് ഇന്നലെ രാത്രി കഴിഞ്ഞു പോയി. അപ്പൊ ആദ്യം ഒരു ദിവസത്തിന്റെ തുടക്കം, ഇപ്പൊ വ്യാഴാഴ്ചയുടെ തുടക്കം എന്ന ഇന്നലെ സൂര്യൻ അസ്തമിച്ചേടം മുതൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ ഒരു മസ്തലങ്ങൾക്ക് രതിക്ക് തിരിയാൻ ഞാൻ പറയാം. കാരണം വെള്ളിയാഴ്ച രാവിന്റെ യശായില്, വെള്ളിയാഴ്ചയുടെ യശാ നിസ്കാരത്തില്
എന്ത് വേണം? ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുനാഫിഖൂൻ, രണ്ട് സൂറത്ത്, അല്ലെങ്കിൽ സബ്ബി ഇസ്മയും അല്ലത്താക്കയും, ഇതിലേതെങ്കിലും ഓതണല്ലോ. അത് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രിയല്ല ഓതേണ്ടത്. ഇന്ന് സൂര്യൻ അസ്തമിച്ച യശാ നിസ്കാരത്തിലാണ് ആ സൂറത്ത് ഓതേണ്ടത്. കാരണം വെള്ളിയാഴ്ച, നാളെ വരാൻ പോകുന്ന വെള്ളിയാഴ്ച രാത്രി ഇന്ന് വരാൻ പോകുന്ന രാത്രിയാ. ബറാഅത്ത് രാവ്, ലൈലത്തുൽ ഖദ്ർ ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ മഗ്‌രിബിന്റെ ശേഷം നിയ്യത്ത് വെച്ചാലും, ഇനി രാത്രി 12 മണിക്ക് ശേഷം നിയ്യത്ത് വെച്ചാലും, നാളേന്ന് പറഞ്ഞാൽ അത് ഇന്ന് തന്നെയാണ്. നാളേന്ന് പറഞ്ഞാൽ ആ നാളെ ആയതിന്റെ ശേഷമാണ് ഈ നിയ്യത്ത് വെക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഗദൻ, നാളത്തെ നോമ്പിനെ എന്നാണ് നമ്മൾ പറയാറുള്ളത്. വാസ്തവത്തിൽ ഈ ഗദൻ എന്ന വാക്കുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? വരാൻ പോകുന്ന പകലിലുള്ള നോമ്പ് എന്നാണ്. ഇനി വാണെങ്കിൽ നിങ്ങൾ ആ ഇഷ്കാൽ അങ്ങനത്തെ തീരെ അങ്ങനെ അത് വെച്ചാൽ ഒരു കുഴപ്പമില്ല. നവൈത്തു സൗമ ഗദിൻ, വരാൻ പോകുന്ന പകലിലുള്ള നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി കഴിഞ്ഞ്. അപ്പൊ ഈ ഗദൻ എന്ന് പറഞ്ഞാൽ നാളേനാണ് പറഞ്ഞതെങ്കിലും ഈ ഗദൻ എന്നതുകൊണ്ട് ഉദ്ദേശം വരാൻ പോകുന്ന പകലിലുള്ള നോമ്പിനാണ്. അപ്പൊ 12 മണിക്ക് ശേഷമായാലും മഗ്‌രിബ് കഴിഞ്ഞതിന്റെ ശേഷം എപ്പോ നിയ്യത്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല. അത് നോക്കിങ്ങള്, ചിലപ്പം ഇമ്മാക്ക് ദേഷ്യം പിടിക്കുമ്പോ, വാപ്പാനോട് ഉമ്മാക്ക് ദേഷ്യം പിടിക്കുമ്പോ കൊതുക്കും ചെക്കന്റെ മുതോമ്പത്തേക്കൊന്ന്. വാപ്പാക്ക് ദേഷ്യം പിടിക്കുമ്പോ, ഉമ്മാനോട് ദേഷ്യം പിടിക്കുമ്പോ കൊതുക്കും ചെക്കന്റെ മുതോമ്പത്തേക്കൊന്ന്. സംഗതി ഇതിന്റെ ഉദ്ദേശം എന്താ? ഈ കൊടുത്തതിന്റെ ഫലം വാപ്പാക്ക അല്ലേ? കാരണം വാപ്പാനോടുള്ള ദേഷ്യം തീർക്കാനാണ് ഈ മകനെ ഈ സ്ത്രീ തച്ചത് മകനെയാണെങ്കിലും കൊണ്ടത് ആൾക്കാ. അപ്പൊ എന്ന മാതിരി ചില കാര്യങ്ങളുടെ ഉദ്ദേശത്തിൽ വ്യത്യാസം ഉണ്ടാവും. സംഗതി മകനെ തല്ലലല്ല ഉദ്ദേശം, വാപ്പാനോടുള്ള അരിശം തീർക്കുക. അത് ചില തള്ളാര് പറയും ചെയ്യും, ഇന്റെ കുറ്റിനെ നിങ്ങൾ തച്ചതെങ്കിലും കൊണ്ടതിക്കാത്തോന്ന്. മുമ്പ് ഞാനൊരു വീടിന് കുറ്റിയടിക്കാൻ പോയപ്പോ ഒരാശാരി പറഞ്ഞു വടക്കോട്ട് തിരിഞ്ഞ് കത്തിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ കുഴപ്പമെന്ന് ചോദിച്ചു. ആശാരി ഞാൻ വിട്ടില്ല. അപ്പൊ ആശാരി എന്നോട് പറഞ്ഞു, അത് വടക്കോട്ട് തിരിഞ്ഞ് കത്തിച്ചാൽ ആ ഭക്ഷണം, വെന്ത ഭക്ഷണം വാങ്ങി വെക്കുന്നത് തെക്കോട്ടായിരിക്കും. തെക്കുഭാഗത്തൊരു മൂർത്തിയുണ്ട്, ഈ ഭക്ഷണത്തിന്റെ ഫലം ഈ മൂർത്തി കഴിക്കും. പിന്നെ ഈ വീട്ടുകാർക്കുള്ളത് അതിന്റെ ചന്തിയാണ്. അപ്പൊ ഈ ഭക്ഷണത്തിലെ ഐശ്വര്യം ഈ വീട്ടുകാർക്ക് ലഭിക്കൂലാണ്. ഞാൻ അപ്പൊ പിന്നെ ആശയനോട് അവിടെ പറഞ്ഞ പിന്നെ വർഗീയത അങ്ങനെ ആലോചിച്ച് നോക്കാൻ. മക്കളെ, തെക്കുഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വസിക്കുന്ന ഞമ്മക്കെന്ത് മൂർത്തിയാ, ഞമ്മക്കെന്ത് ചെയ്ത്താനാ, ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്, ഞങ്ങളൊരു പണി ചെയ്താലും ഈ വടക്കത്ത് തിരിഞ്ഞ് കത്തിക്ക, 16 ഭാഗത്തേക്ക് ഭക്ഷണം വാങ്ങി വെച്ചാ പോലെ ആശേരി, അപ്പം മൂർത്തി തിന്നൂലല്ലോ എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ ചില കാര്യങ്ങള് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലും ചിലതിന്റെ ഉദ്ദേശം വ്യത്യാസം ഉണ്ടാവും. എന്നതുപോലെ ഗദൻ, നാളെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? വരാൻ പോകുന്ന പകലിലുള്ള നോമ്പ് എന്ന ഉദ്ദേശം. അപ്പൊ നിങ്ങൾ രാത്രി 12 മണിക്ക് വെച്ചാലും മഗ്‌രിബ് നിക്കാലം കഴിഞ്ഞിട്ട് വെച്ചാലും ഒരു കുഴപ്പമില്ല. അതിന്റെ പേരിൽ ഞാനത് പല സ്ഥലത്തും സാധാരണക്കാരോട് പറയുമ്പോ, എങ്ങനെ ഉസ്താദെ 12 മണി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നാളേന്ന് പറയാ? അത് പിന്നെ അന്നത്തെ ദിവസമായില്ലേ? ആ ഒരു ഇഷ്കാല് തീർക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ടത്, പല്ലവർക്കും ഞാനത് ക്ലാസ് റൂമിൽ 1-2 പ്രാവശ്യം പറഞ്ഞു, എങ്കിലും നിയ്യത്തുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും അത് പറയുന്നു. 1-2 സ്ഥലത്ത് സാധുവായ ഞാൻ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ, നോമ്പുമായുള്ള ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ ചില സഹോദരന്മാർ വന്ന് ചോദിച്ചു, ഉസ്താദെ നോമ്പ് നോറ്റതിന്റെ ശേഷം ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലല്ലോ. ദയവായിട്ട് ഉസ്താദ് ആ ക്ലാസ്സിൽ അതൊന്ന് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഞങ്ങളുടെ നാട്ടിൽ പല സഹോദരിമാരും അങ്ങനത്തെ ചില വിശ്വാസക്കാരുണ്ട്. ഞാൻ പറയുന്നു, റമളാൻ മാസത്തിലെ നോമ്പ് നോറ്റതിന്റെ ശേഷം നോമ്പിനോട് എതിരാവുന്ന എന്ത് കാര്യം, ഇപ്പൊ നോമ്പിനോട് എതിരായ കാര്യമാണ് ഭക്ഷണം കഴിക്കുക, അതേമായി തന്നെ ജിമാ ഉണ്ടാക്കി ഛർദിക്കുക പോലത്തെ കാര്യങ്ങളൊക്കെ നോമ്പിനോട് എതിരുള്ള കാര്യമാണ്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളല്ലേ. ഇത്തരം കാര്യങ്ങൾ നിയ്യത്തിന്റെ ശേഷം സംഭവിച്ചു എന്നതുകൊണ്ട് പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരു കുഴപ്പവും ഇല്ല. ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്നു, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നിയ്യത്തിന്റെ ശേഷം ജിമാ
തീറ്റ നോമ്പിനോടെതിരായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്ന് ചില ഇമാമീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ ഇമാമീങ്ങൾ അത്ര മോശക്കാരൊന്നുമല്ല. അത് സാധാ ഒരു കൗലും കീലൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ, നമ്മുടെ ഇബാദത്ത് ഇഹ്തിയാത്തോട് കൂടെ എല്ലാ ഇബാദത്തും കഴിവിന്റെ പരമാവധി ഒരു സൂക്ഷ്മത പാലിക്കുന്നത് നമ്മുടെ ഇബാദത്തിന് കൂലി അധികരിക്കാനും ഇബാദത്തിലൊരു മാധുര്യം കൂടുതൽ കിട്ടാനൊക്കെയും അതിനൊരു കാരണം. നോക്കിങ്ങൾ ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാവാനോ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ സാധാരണ പുരുഷന്മാർ നിസ്കരിക്കുമ്പോ ഔറത്ത് മറച്ചാൽ മതി. തലയിൽ തൊപ്പിടണ്ട, തല മറക്കൽ സുന്നത്തുള്ളൂ, തോല് മറക്കൽ സുന്നത്തുള്ളൂ, പെരടി മറക്കൽ സുന്നത്തുള്ളൂ. അപ്പൊ ഒരാൾ എന്താക്കി, നല്ല ഔറത്ത് മറയുന്ന ഒരു ചത്തിയമുണ്ട് തിങ്ങാണ്ട നിസ്കരിച്ച് നോക്കി, നിസ്കാരം സഹിയാകും. പക്ഷെ ആ ഒരു വ്യക്തി എല്ലാ സുന്നത്തും പരിഗണിച്ച് നല്ലൊരു വെള്ളത്തുണി എടുത്ത് കുപ്പായൊക്കെ ഇട്ട് തലയിലൊരു മുണ്ടൊക്കെ നല്ല അങ്ങനെ നിസ്കരിച്ചു നോക്കി പ്രത്യേകമായ റാഹത്തുണ്ടാവും മനസ്സിൽ. വെറും തുണി ഇട്ട് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേക ഖുശൂ സ്വാഭാവികമായും നമുക്ക് കിട്ടും. അതിന്റെ ആ സുന്നത്തൊക്കെ അത് പരിഗണിച്ച് ചെയ്യുമ്പോ. അതാണ് സുന്നത്തുകളിലേക്ക് നമ്മൾ മടങ്ങി വരണം. അപ്പോഴാണ് ഇബാദത്തിൽ മാധുര്യം. നോക്കി, ഇപ്പൊ നമ്മളൊരു വിരുന്ന് തന്നപ്പോ നല്ലൊരു മീൻചാറും ചോറും മാത്രം തന്ന് സംഗതി വിശപ്പ് മാറും. നേരെ മരിച്ചൊരു പപ്പടം പൊരിച്ചതും ഒരു അച്ചാറും ഒരു ഉപ്പേരിയും ഒക്കെ കുറച്ച് മോരോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊരു റാഹത്താണ് ആ ഭക്ഷണം കഴിക്കാൻ. നേരെ മറിച്ച് അതൊക്കെ ഒരു അച്ചാറും മോരും വപ്പതും ഉപ്പേരിയൊക്കെയും കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് വെച്ചെന്ന് വെച്ച് നോക്കാൻ ഉള്ളത് നമുക്ക് അൽഹംദുലില്ലാന്ന് ഒരു പ്രത്യേക അൽഹംദുലില്ല വരും അല്ലേ. നേരെ മറിച്ച് ഒരു ചാറും ചോറും കൂട്ടി വിശപ്പടങ്ങി. പക്ഷെ ഓനിക്ക് അൽഹംദുലില്ല പറയുമ്പോ അത്ര റാഹത്തില്ല. അപ്പൊ ഏത് നമ്മളെ പ്രവൃത്തി ആയാലും അമലായാലും അതിന്റെ പൂർത്തീകരണത്തിന്റെ ചില ഭാഗങ്ങളുണ്ട്. അതും കൂടി ഒന്ന് ചെയ്തു നോക്കി, നല്ല റാഹത്തുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഉണർത്തിയതുപോലെ 2 പ്രാവശ്യം നിയ്യത്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാ. 12 മണിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ രാത്രി പകുതിയായതിനു ശേഷേ നിയ്യത്ത് പറ്റൂ എന്ന അഭിപ്രായമുണ്ട്. അപ്പൊ പിന്നെ 12 മണിക്ക് ശേഷം നിയ്യത്ത് വെക്കാൻ പറ്റൂല എന്നുള്ള ആ ഒരു ഇഷ്കാൽ തോന്നുന്നു. ഞാനിത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. 3 ആഴ്ച മുന്നേ കുവൈറ്റിൽ നിന്നൊരു സഹോദരി എനിക്ക് വിളിച്ചത്, ഉസ്താദെ ഞാൻ എല്ലാ കൊല്ലവും റമളാനിൽ തറാവീഹ് നിസ്കരിക്കും, തറാവീഹിന്റെ ശേഷമാണ് നിയ്യത്ത് വെക്കാറുള്ളത്. പക്ഷേ എനിക്ക് കഴിഞ്ഞ റമളാനിൽ നിന്ന് 12 ദിവസം തറാവീഹ് നിസ്കരിക്കാൻ കൂടിയില്ല. ഞാൻ 12 മണിക്ക് ശേഷമാണ് നിയ്യത്ത് വെച്ചത്. ഞാൻ ആ 12 നോമ്പും ഖളാഅ് വീട്ടിയിരിക്കുന്നു. ഇനി മുദ്ദത്തലേ കൊടുക്കേണ്ടത് എന്നപ്പോ ചോദ്യം. മൂപ്പത്തിയേറെ ഇഷ്കാലിഞ്ഞത് ചിലപ്പന്റെ ക്ലാസ് ആ സ്ത്രീ കേൾക്കുന്നുണ്ടാവും. മൂപ്പത്തിയേറെ ഇഷ്കാൽ എന്താ, മുദ്ദ എത്ര കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അതൊക്കെ നമ്മുടെ സാധാരണക്കാർ വല്ലാതെ പടർന്ന് പിടിച്ചൊരു വിഷയ. അപ്പൊ ഞാൻ ആ ഒരു ഫോം വന്ന സമയത്ത് ഒരു ഗൾഫുകാരനായ ചെറുപ്പക്കാരൻ എന്റെ കൂടെയുണ്ട്. അപ്പൊ ഞാൻ ആ ഗൾഫുകാരനോട് നോക്കി നിങ്ങള് ഓരോ വിശ്വാസം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ നിൽക്കുന്നോട്ട് ആ വിശ്വാസം ഉണ്ട്, ഞാൻ UAE ഒരു ഭാഗത്താ, അവിടൊക്കെ അങ്ങനെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് 12 മണിക്ക് ശേഷം നിയ്യത്ത് വെക്കാൻ പറ്റൂല. ഇത്ര അനുഭവം വെച്ചിട്ടാ നമ്മൾ ആ ഇഷ്കാലുകൾ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗൗരവത്തിൽ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഞാൻ പറയുന്നു, ഏറ്റവും നല്ലതെന്താ, മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്ന ഉടനെ തന്നെ ഒരു നിയ്യത്ത് വെക്കുക. സാധാരണ എങ്ങനെയാണ് അതിന്റെ അതിൽ ചെറിയ കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. ആ നിയ്യത്ത് വെക്കേണ്ട രൂപത്തിലാണ് നിയ്യത്ത് വെക്കുക. ഇനി വല്ല കാരണവശാലും മറക്കുകയാണെങ്കിലോ പ്രശ്നമില്ല. എന്നിട്ടോ നമ്മൾ തറാവീസ്കാരിക്കും കഴിഞ്ഞു, ഭക്ഷണക്കും കഴിച്ചു ഉറങ്ങി, പിന്നെ വേറെ എന്തെങ്കിലൊക്കെ കാറ്റിക്കൂട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ കാറ്റിക്കൂട്ടി കഴിഞ്ഞ് അത്തായക്കും വെയിച്ച് കഴിഞ്ഞതിന്റെ ശേഷം അത്തായം വെയിച്ചതിന്റെയും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്നതിന്റെ ഫജ്ർ സാദിഖ് വെളിവാകുന്നതിന്റെയും ഇടയിൽ ചുരുങ്ങിയത് 50 ആയത്തോടാനുള്ള സമയം ബാക്കി ഉണ്ടാവൊരു സുന്നത്ത. അപ്പൊ ഒരു 4:40 ബാങ്ക് ആണെങ്കിൽ ഏകദേശം ഒരു 4:20 4:25 ആവുമ്പോഴേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടൊരു നിയ്യത്തും കൂടി അത് വെക്കുക. അപ്പൊ രാത്രി പകുതി ആയതിന് ശേഷം നിയ്യത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇബാദത്തിന്റെ സമയത്തിനോട് അടുത്തും കൊണ്ട് നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെച്ചതിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല, നിയ്യത്ത് വെച്ചതിന്റെ ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല, നിയ്യത്ത് വെച്ചതിന്റെ ശേഷം വത്തുക പാടില്ല.
എല്ലാ അഭിപ്രായത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു നിയ്യത്തായി മാറും ഈ നിയ്യത്ത്. അപ്പൊ അവരൊരു ഇഷ്കാല്, എന്നാ ഉസ്താദെ അത്തായം കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ചാ പോരെ, ഒരു ഇഷ്കാല് വരും. എന്നാ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. പോരാനല്ല, പക്ഷെ യാദർശികമായി സാധാരണഗതിയിൽ നമ്മൾ അത്തായത്തിന് എഴുന്നേൽക്കാറുണ്ട്. ഒരു ദിവസം നമ്മുടെ മൊബൈൽ ബെല്ലടിച്ചില്ല, അല്ലെങ്കിൽ മൊബൈൽ ബെല്ലടിച്ചു നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ സുബഹി ബാങ്ക് കൊടുത്തതിനു ശേഷമാണ് അറിഞ്ഞത്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ അന്നത്തെ ദിവസം സുബഹി ബാങ്ക് കൊടുത്തിരിക്കുന്നു. സാധാരണ അത്തായത്തിനു ശേഷം എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ചിട്ട് നിയ്യത്ത് വെക്കാറുള്ള ഒരു സൂക്ഷ്മതയുള്ള ജീവി. അതുകൊണ്ടാണല്ലോ വിത്ർ നിസ്കാരത്തിന്റെ കവരെ വിത്ർ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കണോ ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കണോ, അത് വ്യക്തികളിലേക്ക് ചേർത്തിട്ടാണ് കാര്യം തീരുമാനിക്കുക. ഇവനിക്കറിയാ ഞാൻ ഉറങ്ങിയാലും സുബഹിയുടെ മുന്നേ എഴുന്നേൽക്കും, ഉറപ്പ് ഞാൻ 100% ഉറപ്പായിക്കോളൊന്നുമില്ല, വലബത്തുള്ളെന്നുണ്ടായാൽ മതി. എങ്കിൽ അവനെ സംബന്ധിച്ചിട്ട് ഉറങ്ങിയതിന്റെ ശേഷം വിത്ത് നിസ്കരിക്കൽ അഫ്ളല്. പക്ഷെ അല്ലെങ്കിൽ ഇവനിക്കറിയാം ഇപ്പൊ ഞാൻ ഉറങ്ങിയാ പിന്നെ ഇനി സുബൈക്ക് ആരെങ്കിലും വിളിച്ചെങ്കിൽ വിളിച്ച്, അല്ലെങ്കിൽ ബാങ്ക് കേട്ടാലേ ഞാൻ ഉണരുള്ളൂ. ഓനെ സംബന്ധിച്ച് ഉറങ്ങുന്നതിന്റെ മുമ്പേ വിത്ത് നിസ്കരിക്കല. അപ്പൊ സ്വാഭാവികമായി നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. സുബൈയുടെ മുന്നേ നീച്ച് പതിവാന് ഒരു ദിവസം സംഭവിച്ചാലോ, ഒരു ദിവസം ഉറക്കത്തിൽ പെട്ടാലോ എന്താ അതിന്റെ മസല വരിക? കാരണം തലേ ദിവസം നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നോമ്പ് കാരനെപ്പോലെ ജീവിക്കണം. ചില സാധാരണക്കാര് പറയും ഞാൻ നിയ്യത്തെക്കാൻ മറന്നു, അതുകൊണ്ടാ പിന്നെ ഞാൻ എന്താക്കിയത്, നോമ്പ് ഒഴിവാക്കിയത്. ചില സാധാരണക്കാരിങ്ങനെ രഹസ്യമായി ഭക്ഷണം കഴിച്ചിട്ട് എന്നാ എനിക്ക് നോമ്പില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു പറയും നോമ്പില്ല ഉസ്താദെ, ഇന്നലെ ഉറക്കത്തിൽ പെട്ട്, അപ്പൊ അതുകൊണ്ട് നിയ്യത്തെക്കാൻ മറന്നു, അത് ഞാൻ തലേ ദിവസം നിയ്യത്തെക്കാൻ മറന്നു. എന്നാ അത് മസല എന്താ? നിയ്യത്ത് വെക്കാൻ മറന്നാലും ശരി, ആ വിശുദ്ധമായ റമദാനിന്റെ സമയം പരിഗണിച്ച് ആ സമയത്തിന്റെ ബഹുമാനം കണക്കിലെടുത്ത് നോമ്പുകാരനെപ്പോലെ ജീവിക്കണം. നോമ്പ് മുറിയുന്ന ഒരു കാര്യവും സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവനിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല, അത് ഹറാമാണ്. അതിന് ഇംസാക്ക് എന്നാണ് അറബി ഭാഷയെ പറയാ. മലയാളത്തിൽ പറഞ്ഞാൽ നോമ്പുകാരനെപ്പോലെ ജീവിക്കുക, നോമ്പുകാരനെപ്പോലെ ജീവിക്കുക. റംസാൻ മാസം കഴിഞ്ഞാൽ ഈ നോമ്പ് ഖളാഉ പൂത്തും വേണം, അതാണ് അതിന്റെ മസ്അല. അപ്പൊ യാദർശികമായി നമ്മളൊരു എഹ്തിയാത്തൊക്കെ വെച്ച് അങ്ങനെ ഒരു നിയ്യത്ത് ഇങ്ങനെ ലാസ്റ്റ് വെക്കാൻ തീരുമാനിച്ചു. യാദർശികമായി നമ്മൾ അത്താഴത്തെ നീച്ചു 10 മിനിറ്റ് വഴുകി, പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ നിയ്യത്തിന്റെ കാര്യം മറന്ന് ബാങ്ക് കൊടുത്തതിന്റെ ശേഷം ഓർമ്മ വന്ന് നമ്മുടെ നോമ്പ് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ആദ്യമേ ഒരു നിയ്യത്ത് വെക്കുക. എന്തിന്? ഇതിന് മറക്കാതിരിക്കാന്. വല്ല കാരണവശാലും ഞാൻ മറന്നാലോ എന്റെ റമദാനിലെ നോമ്പ് നഷ്ടപ്പെടരുത്. ആ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് നോമ്പ് തുറന്നേക്കൊരു നിയ്യത്ത് 2 നിയ്യത്ത് വെക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. കുഴപ്പമില്ല. ഇനിയോ സൂക്ഷ്മതയ്ക്ക് 12 പകുതി ആയതിനു ശേഷം നിയ്യത്ത് വച്ചു, നിയ്യത്ത് വെച്ചതിന്റെ ശേഷം ജിമാവ് പറ്റൂല, ഉറക്കം പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല പോലത്തെ കൗലുകളൊക്കെയും പരിഗണിച്ച് ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഒരു നിയ്യത്ത്. അപ്പൊ നല്ലൊരു ഇഹ്തിയാത്ത് എല്ലാ പണ്ഡിതന്മാരുടെ അംഗീകാരത്തോട് കൂടെയുള്ള ഒരു നോമ്പായിത്തീരും. മനസ്സിലായോ? ഇത് നിർബന്ധാനെന്നല്ലത്തെ പറഞ്ഞത്. ഇത് പുതുതായി കേൾക്കുമ്പോ റബ്ബെ ഇക്കണ്ട കാലൊന്നും ഇപ്പൊ ഞങ്ങളിത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് KMIC-യിൽ 2 നിയ്യത്തെക്കാൻ പറഞ്ഞിരിക്കണ് എന്നൊന്നും പറഞ്ഞ ആരും ഇഷ്കാലാക്കണ്ട. അതുകൊണ്ടാണ് ഞാനത് അത്രയും വ്യക്തമായി പറഞ്ഞത്. സാധിക്കുന്നവര് ചിലപ്പം ഇഹ്തിയാത്ത് നോക്കിയിട്ടൊക്കെ അമല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരാൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ ഏകദേശം 12 കൊല്ലായി മക്കത്ത് ജോലി ചെയ്യുന്നവനാ. കഴിഞ്ഞ കൊല്ലം തസ്ബീഹ് നിസ്കാരത്തെ പറ്റി ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഹറമിൽ പോയി നിസ്കരിച്ചു. ഞാൻ ഉസ്താദിന് വേണ്ടിയിട്ട് ഹറമിൽ വെച്ച് നല്ല ദ്വാരത്തുണ്ട്. നോക്കിങ്ങള്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോ അത് ശ്രദ്ധിക്കാൻ ഒരാളെങ്കിലും ഉണ്ടാവും. അതൊരു ഖൈറല്ലേ. ആ നിലയ്ക്ക് നിങ്ങൾ ഇഷ്കാലാക്കിയതല്ല, ഏതെങ്കിലും ഒരു നേരത്തെ നിയ്യത്ത് വെച്ചാൽ മതി. അപ്പൊ നോമ്പ് തുറന്നേക്ക് വെക്കാം, അത്താഴം കഴിഞ്ഞിട്ട് വെക്കാം, 12 മണിക്ക് വെക്കാം, യശാംസ്കാരം കഴിഞ്ഞിട്ട് വെക്കാം, എത്രയേ ആവശ്യമുള്ളൂ. സൂര്യൻ അസ്തമിച്ചേതം മുതൽ ഫജ്റു സാദിഖ് വെളിവാകുന്നതിന്റെ മുമ്പായി. അവിടെ മുമ്പായി എന്ന് പറയുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണക്കാരായ ചില ആളുകൾ ഈ കലണ്ടർ നോക്കിയിട്ട് ചായയും ചോറും വയ്ക്കുന്ന മനുഷ്യന്മാരുണ്ട്. കലണ്ടർ വാങ്ങിയ സമയത്തില്
അത് 4:45, 5 മിനിറ്റും കൂടി ഉണ്ട്. ഒരു കാജാവൂരിമ്പാട് അത് ഊതി വിടും ഉണ്ട്. ഇല്ല 5 മിനിറ്റും പാടുണ്ട്, 3 മിനിറ്റും പാടുണ്ട്. ഒരു കാജിമ്പാത വലിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയും പാത. ഞാൻ നല്ലൊരു വശ പറഞ്ഞിട്ടോ, കലണ്ടറിലെ സമയം മാത്രം നോക്കണ്ട. ഈ കലണ്ടറിൽ അല്ലെങ്കിൽ പള്ളിക്കന്ന് വാങ്ങുകൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെ. ഇപ്പൊ ഞങ്ങൾക്ക് നാട്ടിൽ ചില സഹോദരിമാര് മുമ്പുണ്ടായി, എവിടെന്ന് ബാങ്ക് കേട്ടാലും ഓച്ചങ്ങൾ നോമ്പറക്കൂല. നിങ്ങളൊക്കെ നാട്ടിൽ ഉണ്ടാവും. എന്നിട്ട് തള്ളാറ് ഈ ഈത്തപ്പായും പൊറിച്ച് ഇങ്ങനെ ഇരിക്കും. എന്താ നിങ്ങൾ ഉമ്മാമ വല്യമ്മ നോമ്പ്? നമ്മളെ പള്ളിക്കന്ന് ബാങ്ക് കൊടുത്തിട്ടില്ല. ഉമ്മാമാക്ക് അവനാന്റെ ജുമാഅത്ത് പള്ളിക്കന്ന് ബാങ്ക് കേട്ടാലേ നോമ്പ് ഇങ്ങോട്ട് തുറക്കാൻ വയ്ക്കുള്ളൂ. എത്രയോ സഹോദരിമാരുണ്ട് സമയായ നോമ്പറക്കാനല്ല. ചിലപ്പോ നമ്മളെ പള്ളിക്കല മുക്കരി ഒലുന്തൊക്കെ ഉണ്ടാക്കി മൈക്കൊക്കെ ഇങ്ങനെ സ്വിച്ച് ഇതാ നേരത്തെ ഓനക്ക് തോന്നി, ഒന്നും കൂടി മൂത്രമൊഴിക്കാൻ മുത്തുന്നു. ഓൻ മൂത്രമൊഴിക്കാൻ പോയതാ. ഈ മൂത്രമൊഴിച്ച് വന്നപ്പോ 1 മിനിറ്റോ 2 മിനിറ്റോ വൈകിച്ചുണ്ടാവും, അതുണ്ടാവും. അല്ലെങ്കിൽ പള്ളിക്കന്ന് സുബൈ ബാങ്ക് കൊടുത്തിട്ടില്ല. ചില ആൾക്കാര് അതാ വല്യമ്മ അവനടെ ബാങ്ക് കൊടുക്കാൻ തങ്ങൾ ഇഞ്ഞും ചോദിച്ച അള്ളം കുറിച്ച അതിന് മനെ നമ്മളെ പള്ളിക്കന്ന് ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ. നമ്മളെ പള്ളിക്കല ബാങ്ക് മുക്കിൽ ഉറക്കത്ത് പത്തലാണെങ്കിൽ പള്ളിക്കല മുക്കിൽ ഉറക്കത്ത് പത്തലാണ്. ഉമ്മാമ നമ്മളെ പള്ളിക്കല ബാങ്കും കേട്ടിങ്ങാണ്ട് വള്ളം കുറിച്ചാല് എന്താവും അവസ്ഥ? അപ്പൊ ഞാൻ ആ ഒരു അവസ്ഥ മാറണം. കലണ്ടർ നോക്കി നമ്മുടെ പള്ളിയിലെ ബാങ്ക് കേട്ട് കാര്യങ്ങൾ തീരുമാനിക്കല്ല. നോമ്പിൽ നിന്ന് തിന്നേണ്ട സമയം അല്ലെങ്കിൽ കുടിക്കേണ്ട സമയം അവസാനിച്ചിരിക്കുന്നു ഓരോരുത്തരും ഉറപ്പുവരുത്തണം. പള്ളിക്കല വാക്ക് 5 മിനിറ്റ് പിന്നിലായിരിക്കാം, പള്ളിക്കല വാച്ച് 5 മിനിറ്റ് മുന്നിലായിരിക്കാം, പലതും സംഭവിക്കാം. അത് അവനവന്റെ വാച്ച് ഉറപ്പുവരുത്താം. ഞാനത് പറയുന്നത് എന്താ, കലണ്ടറിൽ 4:45 പക്ഷെ ആ കറക്റ്റ് 4:45 വരെ നമ്മൾ വെച്ച ചായ വള്ളക്കും കുടിക്കുക, അതൊരു നല്ല വശമല്ല. കാരണം കലണ്ടറിൽ യഥാർത്ഥത്തില് 4:43 ആയിരിക്കും ബാങ്ക്. കണക്ക് കൊണ്ട് രതിക്കങ്ങത്ത് റിസാലയ്ക്ക് ഓരോ മൊയ്ലമാർക്കറിയാം. എന്റെ സാധാരണക്കാർക്ക് ഞാൻ ആ ഒരു വിഷയം പഠിപ്പിക്കുക. റിസാല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കരുത്, SSFന്റെ റിസാല അല്ല. SSFന് നമ്മളെ മാഗസിനിലെ റിസാല, ആ റിസാല അല്ല. ഈ കിബില മരി അറിയുന്ന നിസ്കാരത്തിന്റെ തൈമുകളൊക്കെയും അറിയുന്ന ഒരു കിതാബുണ്ട്, റിസാല എന്ന് പറയുന്ന ഒരു കിതാബ്. ആ കിതാബ് ഓതുമ്പോഴാണ് നിസ്കാരത്തിന്റെ സൂര്യന്റെ ചലനവും ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. കേരളത്തില് അതിൽ അഗ്രഗണ്യനായിരുന്നു മഹാനായ ശൈഖുന ഒക്കെ ഉസ്താദ്. റിസാല എന്ന് പറയുന്ന കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന വിഷയത്തിൽ ആ റിസാല എന്ന് പറയുന്ന കിതാബ് ഓതിനേന്റെ മുമ്പ് വേറെ കിതാബ് ഓതാണ്ട്. ആദ്യമേ റിസാല ഓതിയൊന്നും കിട്ടൂല. അപ്പൊ ഞാൻ പറയുന്നത് അതൊക്കെ ഓതി നമ്മൾ കണക്കെടുത്താൽ ചിലപ്പോ 4:43 എന്ത് അല്ല സുബൈ ബാങ്ക്. ചിലപ്പോ നമ്മൾ കലണ്ടറിൽ എന്ത് ചെയ്യും, ഒരു 2 മിനിറ്റൊക്കെ അത് കൂട്ടിയിടും. ഇനി എന്തെങ്കിലും കമ്മി വന്നെങ്കിൽ വരണ്ടാന്ന് വിചാരിച്ച് 2 മിനിറ്റ് കൂട്ടിയിടും. അപ്പൊ ഏറ്റവും നല്ല സൂക്ഷ്മതയുള്ള മാർഗം എന്താ, നെയ്യത്ത് നമ്മൾ ഈ ഭക്ഷണമൊക്കെ ഒരു 50 ആയത്തോടാനുള്ളതിന്റെ മുന്നേ ആ കാര്യങ്ങളൊക്കെ അത് അവസാനിപ്പിക്കുക. ഇത് നമ്മൾ നോമ്പ് മുറിയുന്ന മസലയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ രാത്രിക്കലത്തെ നിയ്യത്ത് പറഞ്ഞപ്പോ അതിനോട് ബന്ധിപ്പിച്ചു പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും നിയ്യത്ത് ഈ സമയത്ത് എപ്പോഴും വെക്കാം. തറാവീഹിന്റെ ശേഷേ വെക്കാവൂ, അല്ലെങ്കിൽ തറാവീഹിന്റെ മുമ്പ് വെക്കാൻ പാടില്ല. ഇതിനൊക്കെയും പല സാധാരണക്കാർക്കും അങ്ങനെ സംശയം വരാൻ കാരണം ചെറുപ്പം മുതലേ അവര് കണ്ടുവരുന്ന ചില രൂപങ്ങൾ അങ്ങനെയാണ്. ഒരു ചെറുപ്പം മുതലേ ഇങ്ങനെ പള്ളിയിൽ നിന്നൊരു തറാവീ നിസ്കാരം കഴിഞ്ഞ് ഇത് ചെല്ലി വരുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതിന്റെ ശേഷം പറ്റൂല, മുമ്പും പറ്റൂല എന്നൊക്കെ മനസ്സിലാക്കി വെച്ച ആരെങ്കിലൊക്കെയും ഉണ്ടെങ്കിൽ, പലവരും ഉണ്ടായേക്കാം. എത്രയോ ആളുകൾ മുൻകൈ കഴിയുമ്പോ ഒളൂഇന്റെ നിയ്യത്ത് വെച്ചവർ നമ്മുടെ KMICയുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. തിരുത്തിയില്ലേ? തിരുത്തുന്നവർ ഒരുപാടുണ്ടാവും. അള്ളാഹു നമ്മുടെ ഒരു പ്രവർത്തനം നല്ലൊരു സാലിഹായ അമലായി അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് തബീയത്ത് നിർബന്ധാണ്, രാത്രി നിയ്യത്ത് വെക്കണം. ഇനിയോ അബൂ ഹാഷിം ഉസ്താദിന്റെ ക്ലാസിന്റെ ടൈമാണ്. ഉസ്താദ് എത്തിച്ചുണ്ടെങ്കിൽ റൈസാന്റെ മുകളിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി നമ്മുടെ KMICയിൽ സുഹൈൽ മാതാല 786 സ്ഥിരം ക്ലാസ് റൂമിലുള്ളവർക്കൊക്കെ അറിയ ആ ഐഡിയ വലിയ മുഹിബാൻ. സുബൈ നിസ്കാരം കഴിഞ്ഞ KMIC അങ്ങോട്ട് ഓണാക്കിയാൽ പിന്നെ രാത്രി 12 മണി 1 മണി വരെ ഓലായിരിക്കാതിരിക്കുന്ന ഒരു ടീമ. നമ്മളെ കൊപ്പം ഭാഗത്ത് മപ്പാത്തുകര അവരൊരു പുതിയ വീടൊക്കെ നിർമ്മിച്ചിട്ട് വേറൊരാളൊരു
പ്ലേനൊക്കെ വരഞ്ഞു വെച്ചു 2 റൂമുള്ള ഒരു പ്ലേന്. നമ്മളത് പോയിട്ട് 3 റൂമുണ്ടാക്കി, ആ തറമ തന്നെ 3 റൂമുണ്ടാക്കി, ഒരു നിസ്കാരമൂലി ഉണ്ടാക്കി കൊടുത്തു, അതിൽ തന്നെ ഓലുണ്ടാക്കാതെ സൗകര്യം ചെയ്തു കൊടുത്തു. അബൂ ഹാസിം ഉസ്താദ് വന്നിക്കണമെങ്കിൽ ബാക്കി നമുക്ക് നാളെ പറയാം. അപ്പൊ അവരുടെ കുതിരിക്കല ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം ആ വീട്ടുകാരന്റെ പെൺകുട്ടിക്ക് എന്തോ ഒരു പൈശാചികമായ ഷെറ് കാരണം വളരെ വിഷമത്തിലാണ്. ചില ഉസ്താദന്മാരുടെ ചികിത്സ കാരണം ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം ദുആ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് എന്തായാലും ആ എന്റെ വീട്ടിലൊന്ന് വരണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോയിട്ട് ഒരു ഗാന്ധി വാങ്ങിങ്ങാണ്ട് പോകുന്നതാണ്. നോക്കിങ്ങള് നല്ല പ്ലാന്. 2 റൂമുള്ള ഒരു തറേന് ഒരു ഇട്ടീന്, അതിൽ നിസ്കാരം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാ കണ്ടീന്. അതൊക്കെ അത് മാറ്റിക്കൊടുത്തു. 3 റൂം അത് ഉണ്ടാക്കി കൊടുത്തതില് 3 അടിപൊളി 3 റൂം, ഒരു നിസ്കാരമൊരി, ഒലുണ്ടാക്കാനായിട്ടൊരു പ്രത്യേക സ്ഥലം, റൂമിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് കാണാത്തത്. അപ്പൊ പിന്നെ പാതകം കയറിയിട്ട് ഒരു വരി കല്ലൊക്കെ അധികം തോൽക്കേണ്ടി വന്നു. എന്നാലും നല്ലൊരു വീടായി. അപ്പൊ എന്തായാലും അപ്പൊ അവിടെ പോവണം. ഞാൻ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയാണ്. നമ്മളെ KMIC കൂടിയാത്ത മൂപ്പരൊക്കെ കുട്ടികളൊക്കെ മാതിരി എപ്പോഴും ക്ലാസ് റൂമിൽ ഇങ്ങനെ ഐര്യത്തിങ്ങാണ്ട് സ്ഥിരം കേൾക്കുന്ന നല്ല ആ പെൺകുട്ടിക്ക് ഒരു മാനസികമായ ഒരു ചെറിയ വിഷയമുണ്ട്. അല്ലാഹു തആല പൂർണ്ണമായും ശിഫ നൽകട്ടെ. ഈ KMICയിലെ ശ്രോതാവായതിന്റെ ബറക്കത്ത് കൊണ്ട്, KMICയുടെ ഇസ്സത്തിന് വേണ്ടി ഐര്യത്ത് സഹായിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല ആ കുട്ടിയുടെ എല്ലാ രോഗങ്ങളും ശിഫ നൽകി സന്തോഷകരമായി ആ വീട്ടിൽ താമസിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ഉസ്താദ് വന്നോ? അബൂ ഹാഷിം ഉസ്താദ് വന്നോ? ജയിനിലെത്തിക്കണോ? ഇല്ലേ? എത്തിയിട്ടില്ലേ? ഏതായാലും എത്തിയാലും എത്തിയില്ലെങ്കിൽ എത്തിയിട്ടില്ല തോന്നല്ലേ. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഉസ്താദ് പെട്ടെന്ന് വരാൻ സമയമായിട്ട് ഒരു വിഷയം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കാൻ സമയമല്ലേ എനിക്ക് മറ്റൊരു സ്ഥലത്ത് പോവാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നിയ്യത്തുമായി ബന്ധപ്പെട്ട ഇത്തരം സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന ഒരു സംശയമാണ്. ഇനി ഒറ്റൊന്നും കൂടി എന്ന് പറയാതായാലും ഉസ്താദ് വന്നാലും വന്നില്ലെങ്കിലും അവരൊന്ന് പൂർത്തിയാക്കാം. ഈ കൊല്ലത്തെ റമദാൻ എന്ന് കരുതണോ, അദാ എന്ന് കരുതണോ, അല്ലെങ്കിൽ അല്ലാഹു തആലാക്ക് വേണ്ടി എന്ന് കരുതണോ, അതൊന്നും നിർബന്ധമില്ല. റമദാനിലെ നോമ്പ് ഞാൻ നോൽക്കാൻ കരുതി, അത്രേ നിർബന്ധമുള്ളൂ. റമദാനിലെ ഫർള് നോമ്പെന്നും കരുതണ്ട. എന്റെ കാരണം റമദാനിലെ നോമ്പ് എന്തേ ആവുള്ളൂ, ഫറലേ ആവുള്ളൂ. ഇനി അവിടെ തന്നെ നിങ്ങൾക്ക് വേറൊരു മസ്അല എന്ന് പറയാം. സാധാരണ സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് എപ്പ വെച്ചാൽ മതി? അത് ശ്രദ്ധിക്കേണ്ട ഒരു മസ്അല, എപ്പോഴാണ് ഓർമ്മ വന്നത്. സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് എപ്പ വെച്ചാൽ മതി? സുബഹിന്റെ ശേഷം വെച്ചാൽ മതി, അല്ലെ? സവാലിന്റെ മുമ്പ് വെച്ചാൽ മതി. അപ്പൊ ഒരാള് റമദാനില് തലേ ദിവസം നിയ്യത്ത് വെക്കാൻ മറന്നു. സുബഹി ആയതിന്റെ ശേഷാണ് ഞാൻ ഇന്നലെ നിയ്യത്ത് വെച്ചിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. ഉസ്താദ്മാരും ശ്രദ്ധിക്കണം മസ്അല. അപ്പൊ ഒരാൾ എന്താക്കി, ഏതായാലും റമദാനിലെ നോമ്പുക്ക് കിട്ടിയില്ല, ഇന്നലെ രാത്രി നിയ്യത്ത് വെക്കാത്തത് കൊണ്ട് സുന്നത്ത് നോമ്പിന് എപ്പ നിയ്യത്ത് വെച്ചാൽ മതി? സുബഹിന്റെ ശേഷമായിട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ സവാലിനു മുമ്പ്, സൂര്യൻ മധ്യാഹ്ന ഭാഗത്തിൽ നിന്ന് തെറ്റുന്നതിനു മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. എന്നാ പിന്നെ ഈ നോമ്പ് എന്താക്കി മാറ്റുക? ഒരു സുന്നത്ത് നോമ്പാക്കി അത് മാറ്റുക പറ്റില്ല. അവിടെ അങ്ങനെ പറ്റോ ഇല്ലേ എന്ന ചർച്ച ഫിഖ്ഹിന്റെ കിതാബിൽ നടക്കുന്നു. ചോദ്യം മനസ്സിലായോ? ഇഷ്കാല് മനസ്സിലായോ? തലേ ദിവസം നിയ്യത്ത് വെക്കാൻ മറന്നു, അപ്പൊ റമദാനിലെ നോമ്പായി പരിഗണിക്കൂല. സുന്നത്ത് നോമ്പിന് എപ്പ നിയ്യത്ത് വെച്ചാൽ മതി? സുന്നത്ത് നോമ്പിന് എപ്പ നിയ്യത്ത് വെച്ചാൽ മതി? എന്താണ്? സുബഹിന്റെ ശേഷം സവാലിന് മുന്നെയായി നിയ്യത്ത് വെച്ചാൽ മതി. അപ്പൊ റമദാനിൽ തലേ ദിവസം രാത്രി നിയ്യത്ത് വെക്കാൻ മറന്ന വ്യക്തി വെറുതെ പട്ടിണി കിടക്കണ്ട എന്ന് വിചാരിച്ച് ആ പകലിലെ നോമ്പ് ഒരു സുന്നത്ത് നോമ്പായിട്ട് മാറ്റുക പ്രബലമായ അഭിപ്രായ പ്രകാരം പറ്റില്ല എന്നാണ്. കാരണം റമദാനിലെ അദാ ആയ ഫറലായ നോമ്പല്ലാതെ ആ റമദാനിലെ പകലത് സ്വീകരിക്കൂല. അതുകൊണ്ട് സുന്നത്തായ നോമ്പിന്റെ കൂലി അതിന് കിട്ടൂല. പിന്നെ ഓൻ ചെയ്യേണ്ടതെന്താ? നോമ്പ് കാലനെ പോലെ അത് ജീവിക്കുക, അല്ലാതെ അതിന് വേറൊരു മാർഗവും ഇല്ല എന്നും ഫിഖ്ഹിന്റെ കിതാബിൽ ചർച്ചകൾ കാണാം. അത് റമളാൻ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് റമളാനിൽ ഇവരെ വിഷയമുള്ളത് ഞാൻ ഒന്നുകൂടി പറയുന്നു. നിസ്കാരത്തിലാണെങ്കിലും, നിസ്കാരത്തിന്റെ നിയ്യത്താണെങ്കിലും, നോമ്പിന്റെ നിയ്യത്താണെങ്കിലും അവിടെ ഖിലാഫുണ്ട്. അദാഇന് കരുതണോ കരുതണ്ടേ?
നാവ് കൊണ്ട് പറയണോ പറയണ്ടേ, അല്ലാഹു തആലാക്ക് വേണ്ടി എന്ന് പറയണോ പറയണ്ടേ, അദാഇനും ഖളാഇനും പറയണോ, അവരൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. വേണമെന്നൊരു വിഭാഗം, വേണ്ടാനുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അദാഇന് കരുതണ്ട, ഈ കൊല്ലത്തേന് കരുതണ്ട, പിന്നെ അതേമാതിരിക്ക് തന്നെ അല്ലാഹു തആലാക്ക് വേണ്ടിന് കരുതണ്ട. നോമ്പാവുമ്പോ നിസ്കാരത്തില് അതാ ആയിട്ടുള്ളൂ എന്ന്, അല്ലെങ്കിൽ കിബിലക്ക് മുന്നിട്ടവനായിട്ട് എന്നൊന്നും കരുതണ്ടാനാണ് പ്രബലം. പക്ഷെ വേണമെന്ന് അംഗീകരിക്കാവുന്ന കൗലുകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്നു, അയാൾ പോവാനോ വേണ്ട എന്ന ചർച്ചകളിലേക്കൊന്നും സാധാരണക്കാര് പോവാതെ ഏറ്റവും അഫ്ളലായ രൂപം നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ആദിഹി സദത്തി ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഈ കൊല്ലത്തെ റമളാനിൽ നിന്നുള്ള അദാ ആയ ഫറലായ 4 നോമ്പിനെ, ഉദ്ദേശം വരാൻ പോകുന്ന പകലിലുള്ള നോമ്പിനെ ഞാൻ നോച്ചു വീട്ടുവാൻ കരുതി എന്നങ്ങത്ത് വെച്ചാൽ ഇത് അങ്ങനെ വാണോ ഇങ്ങനെ വാണോ എന്നുള്ള എല്ലാ ഖിലാഫുകളിൽ നിന്നും രക്ഷപ്പെടും. അത് നാവുകൊണ്ട് പറയാ, കൽബിലുറപ്പിക്ക. ഇങ്ങനെ അങ്ങത് ചെയ്താൽ എല്ലാ ഇമാമിങ്ങളുടെ അഭിപ്രായ പ്രകാരവും ഇവന്റെ നോമ്പ് സഹീഹാണ്. ആ നോമ്പ് സഹീഹ. ഇനിത് മഖ്ബൂലിയത്താവല് അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാ. അള്ളാഹു മഖ്ബൂലാക്കി തീർക്കുമാറാവട്ടെ. നമ്മൾ നോക്കുന്ന എല്ലാ നോമ്പും അല്ലാഹുവേ മഖ്ബൂലാക്കനെ. ഫമൻകാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ, ആ അമലുൻ സാലിഹിൽ ഞങ്ങളുടെ നോമ്പ് പെടുത്തനെ അല്ലാ. റയ്യാൻ എന്ന വാതിലിലൂടെ കടക്കാൻ പറ്റിയ നോമ്പുകാരാക്കനെ അല്ലാ. നിന്നെ കാണാൻ പറ്റിയ നോമ്പുകാരാക്കനെ അല്ലാ. പടച്ചവനെ, ദുനിയാവിൽ നിങ്ങൾ വിശപ്പ് സഹിച്ചതിനു പകരം നിങ്ങൾ തിന്നോലൂ കുടിച്ചോലൂ എന്ന് സ്വർഗീയ ലോകത്തിൽ വെച്ച് പറയുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തനെ അല്ലാ. അല്ലാഹുവേ, മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ വിശപ്പ് സഹിക്കണേ. എന്തിന്? ലിവലീമത്തിൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഒരു വലീമത്തുണ്ട്. നോമ്പുകാർക്ക് പ്രത്യേകമായ വലീമത്ത്. മകളെ കെട്ടിച്ചാൽ നമ്മൾ വിരുന്ന് സൽക്കരിക്കൂലേ, അമ്മായിമാനി അമ്മോശനി, ആ മരുമകന്റെ വീട്ടുകാരെ മരുമകളുടെ വീട്ടുകാരെ വലിയൊരു വലീമത്തൊക്കെ നടത്തൂലേ, വിരുന്ന് സദ്യ. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്ത് നീയത്ത് വെച്ച് നോമ്പോൽക്കരുത്? രാവിലെ ഞാൻ ഓഫീസിൽ പോവുകയാണ്, ഞാൻ വൈകുന്നേരത്തെ വരുള്ളൂ, പകലവന് ഒന്നും തിന്നാൻ കിട്ടൂല, അതുകൊണ്ട് നോമ്പായിക്കോട്ടെ. ഈ നീയത്ത് വേണ്ട മുഅ്മിനീങ്ങളെ. ജൂഉ, നിങ്ങൾ വിശപ്പ് സഹിച്ചോലി. ലി വലീമത്തിൽ ഫിർദൗസ്, നിങ്ങൾ ചോദിക്കാനെങ്കിൽ എന്ത് ചോദിക്കണേ? ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണേ. ആ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ നോമ്പുകാർക്ക്, മഖ്ബൂലും സഹീഹുമായ നോമ്പുകാർക്ക് റബ്ബ് തആല ഒരു വിരുന്ന് സൽക്കാരം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ വിശപ്പ് സഹിച്ചോലിയും. അല്ലാതെ പകല് ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് കണ്ടക്ടർ തീരുമാനിക്കുക, ഡ്രൈവർ തീരുമാനിക്കുക. അങ്ങനെയൊക്കെ കുറെ ബസ് കണ്ടക്ടർമാര്, ബസ് ഡ്രൈവർമാരൊക്കെ നോമ്പ് വെക്കുന്നോല് രാവിലെ 6:30 വണ്ടി എടുക്കണം. ഇനി പിന്നെ ബസ് ഹാൾട്ടാക്ക രാത്രി 7:30. അപ്പൊ അതിന്റെ ഇടയിൽ ചായയും വെള്ളമൊന്നും കിട്ടൂല. എന്നാ പിന്നെ നോമ്പായിക്കോട്ടെ. അങ്ങനെ ആരും ചിന്തിക്കരുത്. എനിക്ക് നാളെ ഫിർദൗസിലെ വിരുന്ന് സൽക്കാരം കിട്ടണം. എനിക്ക് നാളെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നോമ്പിന്റെ ഹദീസുകൾ, ഒരു വിഭാഗം മുഅ്മിനീങ്ങൾ നാളെ ആഖിറത്തിൽ വരും. അവരിങ്ങനെ പാരിപ്പറന്നു വരും. പാരിപ്പറന്ന് പക്ഷികൾക്കുള്ള ചിറകുകളെ പോലത്തെ ചിറകുകളിൽ പാരിപ്പറന്നു വരുമ്പോൾ അത് വിശുദ്ധമായ റമളാനിൽ നോമ്പ് നോറ്റവരാൻ. ഒരു വിഭാഗം സ്വർഗത്തിലെത്തുന്നു. സ്വർഗത്തിൽ കാക്കുന്ന മലക്കുകൾ ചോദിക്കുന്നു, നിങ്ങൾ വിചാരണ കണ്ടോ? അവര് പറയും, ഞങ്ങൾക്ക് വിചാരണ ഉണ്ടായിട്ടില്ല. അവര് പറയും, നിങ്ങൾ സിറാത്ത് എന്ന പാലം കണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. ആ സമയത്ത്
അവരോട് ചോദിക്കത്തരെ, എന്തേ നിങ്ങൾ സിറാത്ത് എന്ന പാലം കാണാതെ വിചാരണ കൂടാതെ എങ്ങനെ നിങ്ങൾ സ്വർഗത്തിലെത്തി? അവര് പറയത്തരെ, ആരും അറിയാത്ത ഒരു ഇബാദത്ത് അഥവാ നോമ്പ്, അങ്ങനെ ഒരു ഇബാദത്ത് ഞങ്ങൾ ദുന്യാവിൽ വെച്ച് ചെയ്തപ്പോ ആരും കാണാതെ അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ചു. അള്ളാഹു അങ്ങനത്തെ ഒരു നോമ്പ് മസ്അലകളൊക്കെ മനസ്സിലാക്കി ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അബു ഹാഷിം ഉസ്താദ് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ആരെങ്കിലും ഉസ്താദുമാരോ ആരെങ്കിലും മൈക്കയിലേക്ക് വരണം. ഞാൻ ഏതായാലും മൈക്ക വിടുന്നു ദുആ വസിയത്തോടെ. ഇനി തുപ്പലത്തിന്റെ മസ്അല, തുപ്പിയാല് നാവുമ്മ വെച്ചുള്ളത് ചുണ്ടുമ്മക്കായാല് പോരാത്ത ഒരുപാട് നോമ്പ് മുരിയുന്നതുമായ വാസനയുള്ള സോപ്പ് കൊണ്ട് കുളിക്കാൻ പറ്റുമോ? അതൊക്കെ വലിയ ചർച്ചയാണ്. വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. സാധാരണക്കാർക്ക് അങ്ങനത്തെ ഒരുപാട് ഇഷ്കാലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് മറ്റന്നാളുമായിട്ട് ആ നോമ്പ് മുരിയുന്ന വിഷയങ്ങളും പറഞ്ഞു തീർക്കാം. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് രാത്രി സമയത്തോ അതല്ലെങ്കിൽ രാവിലെ ഇനിയിപ്പോ നമ്മൾ നോമ്പാവുമ്പോ പകല് ഉച്ചന്റെ ശേഷം രാത്രിയുള്ള ക്ലാസ്സൊക്കെ രാവിലെ 10 മണിക്കൊക്കെയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയിക്കാൻ, സക്കാത്ത് ആഭരണത്തിന്റെ സക്കാത്ത് ഒരുപാട് സംശയം. അള്ളാഹു നമുക്ക് പറയാനും കേൾക്കാനുമുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. പലരും സക്കാത്തിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നോമ്പിന്റെ ഒരു 2-3 ക്ലാസ്സും പാടെ എടുക്കാനുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞതിന്റെ ശേഷം നമുക്ക് അതിലേക്ക് കടക്കാം. ഞാൻ മൈക്ക വിടുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാലല്ലേ? മാഷാ അല്ലാഹ്. നമ്മുടെ അബൂ റയ്യാൻ ഉസ്താദിന്റെ നോമ്പും നിയ്യത്തും അത് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും അതിന്റെ നിവാരണവുമാണ് നമ്മൾ ഇതുവരെ ശ്രവിച്ചത്.